വീണ്ടും കളർ മാറ്റി കേസ്. ഈ വണ്ടി ഭ്രാന്തന്മാരെ കൊണ്ട് കുടുങ്ങി. ഇതിപ്പോ അഫിന്റെ ഭ്രാന്ത അന്താന്റെ ഭ്രാന്ത? അന്താന്റെ ഭ്രാന്താണ് അല്ലേ? ഇത് അഫിന്റെ അടുത്ത് നിന്ന് വിട്ടുക്കണു. ഇത് അന്താന കളർ മാറ്റി. ഇത് ആദ്യം മറ്റേ കിളിപ്പച്ചയായിരുന്നു. നമ്മളിത് പഴയ ഉണ്ടായിരുന്ന RX-100ന്റെ കളർ. പിന്നെ ഗിവ് വെട്ടിയതിനു ശേഷം അതാണ് എല്ലാരും ചോദിക്കാണ് ഗിവ് വണ്ടി അല്ലേ? അപ്പൊ കളറ് മാറ്റി. കാരണം നമുക്ക് സ്വന്തമായിട്ട് പെയിന്റ് ഷോപ്പ് ഉണ്ടായതുകൊണ്ട് അല്ലേ, പെട്ടെന്നുണ്ട് പരിപാടി. അപ്പൊ ഇന്ന് രാത്രി 10 മണിയായി അല്ലേ? എത്രയായി സമയം? 10 മണി, 10:15. എല്ലാരും ഫ്രീ ആയി. കാരണം ഞങ്ങളിപ്പോ ഇങ്ങനെ 5 ആള് കിട്ടല് വളരെ അപൂർവമാണ്. പല സ്ഥലത്താണ്. ഞാൻ കുറെ ആയിട്ട് നാട്ടിലേ വരുന്നില്ല. വന്നാലും ഒരു പിന്നെ കുറച്ചു നേരം നിന്ന് വേഗം വിടലാണ്. അപ്പോൾ 3 ആക്സസറീസിലേനു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട്, ഫ്രീ ആയി നിൽക്കുകയാണ്. അപ്പോൾ ഒരു വ്ളോഗ് എടുക്കാമെന്ന് കരുതി അല്ലേ? ഇതിലെല്ലാം വരും, വണ്ടികളുടെ ഡീറ്റെയിൽസ് ഒക്കെ വരും. അപ്പോൾ ഫ്രീ ഉള്ള ആളുകൾ പിന്നെ നമ്മളോട് താല്പര്യമുള്ള ആളുകളൊക്കെ കാണി. കുറച്ച് പുതിയ സ്റ്റോക്ക് വണ്ടികളും ഒക്കെ കാണിക്കാം. ഇപ്പം ഏകദേശം ഒരു 100 വണ്ടി നമ്മളെ കരുവാരകുണ്ട് സഫാരി കാർസിൽ സ്റ്റോക്ക് ഉണ്ട്. 2 ഷോറൂമിലുമാടായിട്ട് കേട്ടോ. ഇവിടെ തന്നെ ഒരു 10-75-80 വണ്ടി ഉണ്ട് കേട്ടോ. എല്ലാ ഐറ്റം കാറ്റഗറി ഉണ്ട് അല്ലേ? അഫി ഇന്നലെ ഒരു വീഡിയോ ഇട്ടു അല്ലേ? ഏത് ചെറുവണ്ടിന്റെ? എങ്ങനെയുണ്ട്? കൊടുത്തില്ലേ? എത്ര കൊടുത്ത്? അതിലിപ്പോ 2 കൊടുത്തു. കസ്റ്റമർ സംസാരിച്ചുകൊണ്ടൊക്കെ ഉണ്ട്. അപ്പൊ അതാണ്. അപ്പൊ അഫി ഇന്നലെ വീഡിയോ ഇട്ടു കൊടുത്തു അല്ലേ? അഫിക്ക് വീഡിയോ ഇട്ടുമ്പോ പേടി ഉണ്ടായില്ലോ? പണ്ട് ടൈമില്ലേ? ഇപ്പൊ അങ്ങനത്തെ പ്രശ്നമേ ഇല്ല. ഏത് ടൈമില് എനി ടൈമില് വീഡിയോ ആണ് അല്ലേ? ഇപ്പൊ അഫി അടിപൊളിയായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും കാണുന്നുണ്ടാവുമല്ലോ. അപ്പൊ ഇന്ന് നമുക്ക് ഏത് വണ്ടിയെ കാണിക്കാം? എവിടുന്നേക്ക് തുടങ്ങണ്ടേ? എല്ലാ കാറ്റഗറിയിലും ഉണ്ട്. 2025 വണ്ടി മുതൽ 2001 വണ്ടി വരെ നമ്മളതിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. 2001 ഏതാ? 2001 മാരുതിന്റെ സെൻ ഉണ്ട്. മാരുതിന്റെ സെൻ ഉണ്ടല്ലേ? അത് എത്ര രൂപ കൊടുക്കാം? അത് നമ്മൾ എക്സ്ചേഞ്ച് വന്ന വണ്ടിയാണ്. നാളെ ഫുള്ള് ഒന്ന് നോക്കിയിട്ട് ഏകദേശം നമുക്ക് നാളെ ചെക്ക് ചെയ്തിട്ട് അതിന്റെ കാര്യം ഞാൻ പറയുന്നു. നിങ്ങൾ ഏത് വീഡിയോ ചെയ്യുകയാണെങ്കിലും ആദ്യം പറയേണ്ട കേസ് എന്താ വെച്ചാൽ വണ്ടിന്റെ എന്ത് മറന്നാലും വില മറക്കരുത്. കാരണം ഈ 2001 മോഡൽ തന്നെ നമ്മളെ ഷോറൂമിൽ ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് അതിപ്പോ ഒരു ബെൻസ് എടുക്കുന്ന അതേ മെയിൻ റോഡിൽ തന്നെ ഏകദേശം 2001 സെൻ എടുക്കാനും വരിക. അപ്പൊ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന വണ്ടിയാണോ എന്നുള്ളത് നാളെ ചെക്ക് ചെയ്തതിന് ശേഷമുള്ളത് പറയാൻ പറ്റും. അതിപ്പോ നമ്മള് വരുന്ന കസ്റ്റമറോട് നമ്മളെ ബ്രാൻഡിലില്ലാത്ത വണ്ടിക്ക് നമ്മളൊരു എഗ്രിമെന്റ് ഉണ്ടല്ലോ. ഏത് നമുക്കൊരു നോ വാറണ്ടി നോ ഗ്യാരണ്ടി ആയിട്ട് എഗ്രിമെന്റ് ഉണ്ട്. ഞങ്ങൾക്കായിട്ട് കുറച്ച് എഗ്രിമെന്റ് ഞങ്ങൾ റെഡി ആക്കിയിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞതൊക്കെ ആളുകൾ വന്നെടുക്കുക. നമ്മളെ സഫാരി കാർസ് എന്നാവുമ്പോൾ ചോദ്യം മറിച്ചിലൊന്നുമില്ല. ഒരു വാറണ്ടി ഒരു ഗ്യാരണ്ടി ഇല്ല പറഞ്ഞാലും പിന്നെ ഓല് വിളിച്ചു നമ്മളെ അല്ലേ, നിങ്ങൾ നിർത്താല്ലേ പറഞ്ഞാണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് നോ വാറണ്ടി നോ ഗ്യാരണ്ടി എഗ്രിമെന്റ് ഉണ്ടായി. 2001 വണ്ടിക്കൊക്കെ എന്ത് ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുക? അത് എത്ര റുപ്യ ഉണ്ടാവും ഏകദേശം? നമ്മൾ എടുത്ത വില എന്താ? ഏകദേശം 50 റുപ്യന്റെ താഴെ. അപ്പോൾ 50,000 ഒരു മോട്ടോർ കായ്ക്ക് 50 റുപ്യന്റെ താഴെ പറഞ്ഞാൽ 1000 മുതൽ 1 റുപ്യ മുതലാണ്. എത്രയാണ് കറക്റ്റ് എമൗണ്ട് എക്സ്ചേഞ്ച് ചെയ്തപ്പോൾ നമ്മൾ നോട്ട് ചെയ്തിട്ടുള്ളത്? എന്തായാലും നാളെ അഫിന്റെ വീഡിയോയിലുണ്ടാവും അല്ലേ, റീലുണ്ടാവും, സഫാരി കാർസിന്റെ പേജിൽ വരും. അതിനൊന്നും വാറണ്ടി ഗ്യാരണ്ടി ചോദിക്കരുത്. അപ്പോൾ 2001 മുതൽ 2025 വരെ മോഡലിലുള്ള എല്ലാവിധ കാറുകളും ഇപ്പോൾ എന്തുണ്ട് നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യം മുതൽ നമ്മളെ കണ്ടുവരുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റുന്ന എല്ലാ കാറ്റഗറി വണ്ടികളും ഉണ്ടാവാറുണ്ട്. മടുപ്പിക്കണില്ല. നമുക്ക് വേഗം വണ്ടികൾ ആദ്യം കാണിച്ചു കൊടുക്കാം. കുറച്ച് കാണിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ആൾക്കാർക്ക് കീറടിച്ചു. കാരണം എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും അല്ലേ? ഒരുപാട് കാലമായിട്ട് നമ്മളിപ്പോൾ കട്ടൊക്കെ കൂടൊക്കെ ഉണ്ട്. അന്ന് ഫസ്റ്റിലിട്ട കമന്റ് ഇട്ടതിന് ആൾക്കാർ ഇപ്പോഴും കമന്റ് ഇടുന്നുണ്ട്. വണ്ടി വാങ്ങിപ്പോണുണ്ട്. അന്ന് കണ്ട് സ്റ്റാർട്ട് ചെയ്തതാണ് അന്ന് മുതലുണ്ട്. അങ്ങനെ വരുന്നവർക്ക് സ്പെഷ്യൽ ഓഫർ കൊടുത്തിരിക്കണം. ഞാൻ ഇവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൊടുത്തിരിക്കണം. കാരണം എന്താ വെച്ചാലേ ഒന്നുമില്ലാതെ വിറച്ച് വീഡിയോ എടുത്ത സമയത്ത് സപ്പോർട്ട് ചെയ്താണ്. ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓലൊക്കെ ഞങ്ങളെ എല്ലാവർക്കും ചിലപ്പോൾ റീപ്ലൈ ചെയ്തിട്ടില്ലെങ്കിലും പേര് കാണുമ്പോഴത്തേനും എനിക്കടെ അറിയും. അല്ലെങ്കിൽ ആ പ്രൊഫൈൽ ഫോട്ടോ നിങ്ങൾ മാറ്റരുത് കേട്ടോ. ഞാനും പ്രൊഫൈൽ ഫോട്ടോ മാറ്റില്ല. ഇവർ ഈ കമന്റ് ഇടുന്ന കമന്റില്ലേ പേര് വായിച്ചതിന് മുന്നേ ആ പ്രൊഫൈൽ ഫോട്ടോ നമുക്ക് കണ്ടാൽ ആ കമന്റ് കാണുമ്പോൾ നമുക്കൊരു ഹാപ്പിയാണ്. ഇതൊക്കെ പറയുന്നത് എന്താണോ, കുറേ ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ വ്ളോഗ് വരുന്നത്. മറ്റേത് ഞങ്ങൾക്ക് നമ്മൾ ചാനലിൽ നമ്മുടെ സഫാരി കാർസിൻ്റെ ഫാമിലി ആയിട്ടുള്ള നിങ്ങൾ എന്നും ചിലപ്പോൾ ഞങ്ങളെ കാണലുണ്ടാവും. സ്ഥിരമായിട്ട് വീഡിയോ വന്നിരുന്നു. ഇപ്പോൾ നമ്മൾ ഫ്രീ കിട്ടുമ്പോഴാണ് ഞാൻ വന്നിട്ട് ഇതേപോലെ കുറേ കഥ നിങ്ങളോട് പറയാനുണ്ടാവും അല്ലേ? നമ്മൾ ടൂർ പോയി പെരീക്ക് വന്ന് നമ്മൾ മരോടും ഫാമിലിയോടും കഥ പറയുന്ന പോലെ നിങ്ങളോട് പറയാനുണ്ടാവും കുറേ. അപ്പോൾ ഒരു 10-20 ദിവസത്തെ റിസൾട്ടുകളും 20 ദിവസം കൊണ്ട് നമുക്കുണ്ടായ ചർച്ചകളൊക്കെ നിങ്ങളുമായി പങ്കുവെക്കേണ്ടി വരും. അപ്പോൾ ഒന്ന് ക്ഷമിക്കുക അല്ലേ? തീർച്ചയായിട്ടും വണ്ടികളും കാണിക്കാം. നമുക്ക് പറയാമല്ലോ നിങ്ങളോട്. നിങ്ങളെ കമൻറ്റുകൾക്കില്ലേ റീപ്ലൈകളും ഇതിൽ വരും അല്ലേ?
കമൻറ്റ് ചെയ്ത ഇന്ന ആൾ കമൻറ്റ് ചെയ്തു ഇന്നത് സംഭവം എന്നൊന്നും നമ്മൾ പറയില്ല. അതിനുള്ള ചർച്ചകളൊക്കെ ഇതിൽ പറഞ്ഞങ്ങനെ പോവാം അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രീമിയം സെഗ്മെൻറ്റിലുള്ള കാറുകൾ ഒട്ടനവധി സ്റ്റോക്ക് ഉണ്ട് അല്ലേ അസ്മാനെ? അതായത് പ്രീമിയം അസിമം വീഡിയോ എടുക്കാന്ന് പറയുമ്പോൾ ആദ്യം പറയും നമുക്ക് പ്രീമിയം കാറ്റഗറിയാണ് കാണിച്ചു കൊടുക്കുക. എന്താ പറയും ഇന്നോവയും ഫോർച്യൂണറൊക്കെ കാണിച്ചു കൊടുക്കാതെ അല്ലേ, അഫിയറി ചെറിയ വണ്ടികൾ കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കാറ്റഗറി ഉണ്ട് ഇവിടെ അല്ലേ, അത് ഓരോ തലയിലാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ മോനുവിന് എന്താ വെച്ചാൽ ഞങ്ങൾ ആക്സറീസ് കിട്ടുകൊണ്ട് മോനു ഫ്രീ ആയിക്കാ തിരക്കേക്കാം ലോക്കല്ലേ. എങ്ങനെയുണ്ട് ഇപ്പോൾ? കുഴപ്പമില്ല, അൽഹംദുലില്ലാ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ മോനിന്നോട് ഇപ്പം അടുത്ത് വന്നിട്ട് ചോദിച്ചു ഇപ്പം എത്ര ആളുണ്ട് അവിടെ വർക്ക് ചെയ്യുന്നത്? 9 ആൾക്കാരുണ്ട്. ഇപ്പം അടുത്ത് എന്നോട് വന്നിട്ട് പറയണേ അപ്പോൾ നമുക്കൊരു മാനേജർ പിന്നെ എന്താ പറഞ്ഞാൽ അക്കൗണ്ടൻറ്റ് ഇപ്പോൾ പുതിയ വന്നു. ഒരു അക്കൗണ്ടൻറ്റും വേണം, പിന്നെ എന്താ പറഞ്ഞാൽ ലൈനിൽ ഓടാൻ ഒരാളും അല്ലേ. അങ്ങനെ 3 ആൾ വേണം. ഞാൻ പറഞ്ഞേ നടക്കൂല കുട്ടിയാണ്. കാരണം 2 കൊല്ലയിൽ എന്ത് ചെയ്യണം, ഉറങ്ങാതെ പണിയെടുക്കണം. കാരണം രാവും പകലും ഇജ്ജന്നെ കണക്കൂട്ടുക, ഇജ്ജന്നെ മാനേജറും ഇജ്ജന്നെ സെയിൽസ്മാനും ഇജ്ജന്നെ ലൈനിൽ പോക്കും 8 ആളുണ്ടല്ലോ. അപ്പം എന്താ ഇതിന് തയങ്ങിയിട്ട് കലക്കി കുടിച്ചലുണ്ട്. പിന്നെ നമുക്ക് പണിയെടുക്കാം. ഈ പണി നമ്മൾ ആദ്യം എടുത്തതാണ് അല്ലേ. അപ്പോൾ ഞാനൊരു കഥ പറഞ്ഞു കേട്ടോ. അതായത് കഥ ഉണ്ടാവും, ക്ഷമിക്കാം. ഞാനിപ്പോൾ അടുത്ത് എറണാകുളത്തേക്ക് യൂബറിൽ പോയി. ഞങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ? ഇല്ല, യൂബറിലല്ല ട്രെയിനിൽ പോയി. അപ്പോൾ രാജറാണിക്ക പോണ്. രാജറാണിക്ക് പോയി ഞാനും ഫാസും ആസിഫും ഉണ്ട്. ഞങ്ങൾ രാജറാണിക്ക് ടിക്കറ്റ് എടുക്കാതെ പോയത്. നേരെ ടിക്കറ്റ് എടുക്കാതെ പറഞ്ഞാൽ ബുക്ക് ചെയ്യാതെ നേരെ ജനറൽ കമ്പാർട്ട്മെൻറ്റ് കയറി സീറ്റൊക്കെ കിട്ടി, ഇരിക്കാല സീറ്റൊക്കെ കിട്ടി. ഞങ്ങൾ നേരെ ആലുവയിൽ പോയി ഇറങ്ങിയിട്ട് യൂബർ ബുക്ക് ചെയ്തു. അങ്ങനെ ഒരു യൂബറുകാരൻ വരികയാണ്, 2 മണിയായിട്ടേക്കണ്. അങ്ങനെ യൂബറിൽ കയറി. അപ്പോൾ യൂബറിൽ കയറി അയാൾ കണ്ടേക്കന്നെ നിങ്ങളെ കാണാൻ ആഗ്രഹിച്ച ആളാണ്, നമ്മൾ വീഡിയോ കാണുന്ന ആളാണ്. അങ്ങനെ മൂപ്പരെ യൂബറിലൊക്കെ കയറി മൂപ്പരെ പറഞ്ഞു ഫുഡ് കഴിക്കണം, നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാറുണ്ട്. അങ്ങനെ ആ യൂബറുകാരെ ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എപ്പോഴാണ് ഓടൽ? മൂപ്പര പറഞ്ഞു ഞാൻ രാവിലെ രാത്രി ഓടും. അപ്പോൾ ഉറങ്ങാൻ ടൈം എപ്പോഴാണ്? ചെറിയ ടൈമേ ഉറങ്ങുള്ളൂ. അപ്പോൾ ഞാൻ മൂപ്പരെ ഉപദേശിക്കുകയാണ് ഇങ്ങനെ പണിയെടുക്കരുത്, കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണം. അതിപ്പോൾ അയാൾ എന്നോട് ചോദിച്ചാണേ അപ്പോൾ നിങ്ങളല്ലേ പറഞ്ഞിരിക്കണേ പെരി കടന്നുറങ്ങിയിട്ട് കാര്യമില്ല, ടെൻഷൻ അടിക്കണം, അധ്വാനിക്കണം, റിസ്ക് എടുക്കണം, പെരി കടന്നുറങ്ങിയിട്ട് കാര്യമില്ല പറഞ്ഞിട്ട് ഓല് ഇങ്ങോട്ട് റിട്ടേൺ. അതേപോലെ ഇപ്പം അടുത്ത് ഞാൻ പറഞ്ഞേ ഇനി 2 ദിവസം റെസ്റ്റാണ് ഇവരോട് പറഞ്ഞപ്പോൾ ഓലും അതാ തിരിച്ചടിക്കണം. അപ്പം ജനല്ലേ പറയണത് റെസ്റ്റ് എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ അതേമാതിരി തന്നെ മോനോടും പറയാറില്ലേ പെരി കടന്നുറങ്ങിയിട്ട് കാര്യമില്ല, അധ്വാനിക്കണം, റിസ്ക് എടുക്കണം, ടെൻഷൻ അടിക്കണം അല്ലേ, ഒക്കെ ചെയ്യണം, എന്നാലേ വിജയിക്കാൻ കഴിയുള്ളൂ. അതായത് ഫുൾ ടൈം മരിച്ചു പണിയെടുക്കണം എന്നല്ല. അതോടൊപ്പം തന്നെ നമ്മൾ ഫാമിലിയോടൊപ്പം അതേപോലെ നമ്മളെ നാട്ടുകാരൊപ്പം നമ്മളെ കൂട്ടുകാരൊപ്പം ഒക്കെ എൻജോയ് ചെയ്ത് ഫ്രീ മൈൻഡിൽ നടക്കുകയും വേണം. കുറച്ച് ടൈം നമ്മൾ റിസ്ക് എടുത്താൽ പിന്നെ നമുക്ക് ലോങ് ടൈമാണ്. ഇപ്പം നമ്മൾ 5 ആൾ റിസ്ക് എടുക്കണേ നമുക്ക് ഒറ്റക്കാണോ? അല്ല, ആർക്കൊക്കെ വേണ്ടിയിട്ടാണ്? ഞങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് ഉത്തരവാദിത്വം ഇപ്പോൾ എന്തായി വളരെ വലുതായി. കാരണം നമ്മൾ ടീം മെമ്പേഴ്സ് വലുതായിക്കൊണ്ടേ ഇരിക്കണം. 70-75 ആളുകളായിട്ടുള്ള കമ്മിറ്റ്മെന്റ് ആണ്. അടുത്ത ഒരു ശനി ഞായറായിട്ട് സഫാരി കാർസ് ചെറുതായിട്ടൊന്ന് അത് നമുക്ക് ഔട്ട് ചെയ്യാം, അതിപ്പോൾ പറയണ്ട. അപ്പോൾ ഞങ്ങളെ കമ്മിറ്റ്മെൻറ്റ് കൂടിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞങ്ങൾക്ക് രാവിലെയും രാത്രിയും ചിലപ്പോൾ പകലൊക്കെ വീഡിയോ എടുക്കേണ്ടി വരും. നമ്മളെ ഇപ്പോൾ ഈ ഷോറൂമിൽ എത്ര ആളുണ്ട്? നമ്മൾ 5 ആളും 2 ആളും 7 ആൾ. ബാക്കിയുള്ളവരൊക്കെ ഉണ്ടായാലുണ്ട്. ബാക്കിയുള്ളവരൊക്കെ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താലും നമുക്ക് റെസ്റ്റ് എടുക്കാം. ഇപ്പം പറ്റൂല, കുറച്ച് ഞാൻ റെസ്റ്റ് എടുക്കാം ഇൻഷാ അല്ലാ അല്ലേ. പക്ഷേ ഇത് ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടാട്ടോ പണിയെടുക്കുന്നത് അല്ലേ. ഇതിൽ ഞങ്ങൾക്ക് യാതൊരു മടുപ്പുമില്ല. നമുക്ക് മടുപ്പ് വന്നാൽ നമ്മൾ അപ്പം റെസ്റ്റ് എടുക്കുന്നുണ്ട്. ശരി, ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. വീണ്ടും കഥ കൂടി നമുക്ക് നേരെ വണ്ടി കാണിച്ചു കൊടുത്തില്ലെങ്കിൽ അടി കിട്ടും. നമുക്ക് തുടങ്ങാം. പക്ഷെ വേറെ കാര്യമുണ്ട്, അത് വീണ്ടും അതിനുള്ള മറുപടി വരികയാണ്. കമൻറ്റുകൾക്കുള്ള മറുപടി വരുന്നത്. ഞാൻ എന്നും കമൻറ്റ് വായിച്ചുമല്ലോ. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ കമൻറ്റുകൾക്കുള്ള മറുപടിയാണ് വരുന്നത്. നമ്മൾ കഥ പറഞ്ഞിട്ടില്ലേ എന്താണോ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല അല്ലേ. ഇത് കഥനെ ഇഷ്ടപ്പെടുന്ന ഒരു 60% ആൾക്കാരുണ്ട്. ഒരു 40% ആൾക്കാർ വണ്ടിയുടെ ഡീറ്റെയിൽസും ആൾക്കാരും ഉണ്ട്. 2 കൂട്ടർക്കും ഇതിൽ സംഭവമുണ്ട്. ഒന്ന് സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മതി. ഒന്ന് അടിച്ചുട്ടായി കഥന് പോകും, വണ്ടിക്കണ് വരും അല്ലേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. എവിടുന്ന് തുടങ്ങണേ? ഇതാണ് 2025 മോഡലിലേക്ക് വന്ന വണ്ടികളിൽ ഒന്നാണിത്. 24 മാനുഫാക്ചറിങ്, 22 രജിസ്ട്രേഷൻ വരുന്ന GLA 220. 2022 ശേഷം ഫേസ് ലിഫ്റ്റ് വന്ന GLA 220 ഫോർമാറ്റിക്കാണ്. 2 വാഹനങ്ങൾ നമ്മളിൽ സ്റ്റോക്ക് ഉണ്ട്. അത് അതിന്റെ AMG ലൈനാണ്. ഇത് അതിന്റെ സാധാരണ നോർമൽ വേരിയന്റും ആണ്. അതാകുമ്പോൾ ഷോറൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം ഒരു 4 ലക്ഷം റുപ്യന്റെ മാറ്റം ലൈനാകുമ്പോൾ മാറ്റമുണ്ട്. ഇത് 2024 മോഡൽ 25 രജിസ്ട്രേഷനിൽ 6 വർഷത്തിന് സർവീസ് പാക്കേജ്, ഷോറൂമിൽ അണ്ടർ വാറണ്ടി, കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി PPF സെറാമിക് ഒക്കെ ചെയ്ത വണ്ടി. ഇപ്പൊ ഷോറൂം പ്രൈസ് ഏകദേശം ഒരു 64 ലക്ഷം റുപ്യന്റെ അടുത്ത് ഷോറൂം പ്രൈസ് പുതിയ വണ്ടിക്ക് വരുന്നത്.
ഇത് നമ്മളുടെ ഷോറൂമിൽ ആസ്കിംഗ് റേറ്റ് വരുന്നത് 53 ലക്ഷം രൂപ. 53 ലക്ഷം രൂപ. ഇങ്ങനെ വന്ന് തൊട്ട് കാട്ടിയിട്ട് ഇത് ഞാൻ എടുത്തു എന്ന് പറഞ്ഞു പോവാം. അതെ, നമ്മുടെ സഫാരി കാർസിന്റെ എല്ലാ ഷോറൂമിൽ 10 ലക്ഷം റുപ്യേന്റെ മാറ്റത്തിലുപരി ഇതിമേല് കംപ്ലീറ്റ് കസ്റ്റമർ ഏകദേശം ഒരു 3-3.5 ലക്ഷം റുപ്യേന്റെ ആഡ് ഓൺസ് ചെയ്തിട്ടുണ്ട്. ഷോറൂം തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ 18,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. എടുക്കുന്ന ആളുകൾക്ക് ഇപ്പൊ പ്രവാസി ആളുകൾക്കൊക്കെ നേരെ ഒന്ന് ബുക്ക് ചെയ്യാം, നമ്മളെ വീട്ടിൽ കൊണ്ടുപോയി വണ്ടി ഡെലിവറി കൊടുക്കാം. വേറെ ഒന്നും ചെയ്യാല്ല, നമ്മളെ വാറണ്ടിയിലും ഗ്യാരണ്ടിയിലും കൊടുക്കാൻ പറ്റിയ വണ്ടി. PPF വരെ ചെയ്തിട്ടുണ്ട്, ഒന്നും നോക്കണ്ട. അപ്പൊ ഇതിന്റെ വില സെയിം അതിൽ തന്നെ AMG ലൈന് GLA 220 തന്നെ ഫോർമാറ്റിക്കിൽ വരുന്ന വണ്ടി 2023 മോഡല് 24 രജിസ്ട്രേഷനിലെ വണ്ടി. ഇത് നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് 49.5 ലക്ഷം റുപ്യ. അതായത് ഇതും 24,000 കിലോമീറ്റർ ഓടിയ 24,000 ഓടിയിട്ടുള്ളൂ. ഹൈലൈറ്റ് നിലവിൽ അണ്ടർ വാറണ്ടിയിൽ അടക്കണ സെയിം കാറ്റഗറി വണ്ടിയാണ്. ഒരുപാട് ഷോറൂമിൽ തന്നെ പ്രൈസ് കൂടുതലുമാണ്. AMG ലൈനാണ് അത്. ഈ ഒരു വകുപ്പിൽ വണ്ടികളെ പറ്റി അന്വേഷിക്കുന്ന ആൾക്കാർക്ക് 18 ഇഞ്ച് അലോയ്സ് ആണ് ഇതിൽ വരിക. ഇതിൽ 19 ഇഞ്ച് വരും. ഫ്രണ്ട് ബമ്പർ ബാക്ക് കാണാൻ തന്നെ ഒരു ഇത് ബൾക്കി ഫീൽ ഉണ്ടാവും, ഒരു മസിൽ ലുക്ക് ഉണ്ടാവും. മാറ്റുണ്ട്. അതെ. അപ്പൊ 2 GLA 220 ഫോർമാറ്റിക് പരിചയപ്പെടുത്തി. എന്താണ് ഫോർമാറ്റിക്? അത് ഫോർമാറ്റിക് പറഞ്ഞാൽ ഓൾ വീൽ ഡ്രൈവ് ഉണ്ട്. ബെൻസുകളിൽ വരുന്ന ഫോർമാറ്റിക് നിങ്ങൾ ബാക്കിൽ എവിടെ കാണുന്നുണ്ടോ അത് ഓൾ വീൽ ഡ്രൈവ് ആണ്. പിന്നെ BMW ആണെങ്കിൽ എക്സ് ഡ്രൈവ് എന്ന് പറയും. ഇതൊക്കെ ആൾ വീൽ ഡ്രൈവ് ആണ്. ആൾ വീൽ ഡ്രൈവ് പറഞ്ഞാല് ഫോർ വീൽ ഡ്രൈവ്, 4 വീൽ. നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ 4 ചക്രത്തുമൊക്കും പുറത്തും ഡ്രൈവ് ഉണ്ടാവും അല്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായി കരുതുന്നു. നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ പരിചയപ്പെടുത്തിയതാണ്. അപ്പോൾ ബെൻസിൽ ഫോർമാറ്റിക്, ഓഡിയിൽ കോട്രോ, പിന്നെ BMW എക്സ് ഡ്രൈവ്. ഈ ബാഡ്ജിങ് കാണുന്നുണ്ടോ? ആൾ വീൽ ഡ്രൈവ് ആണ്. അടുത്തതായി റേഞ്ച് റോവർ ഇവോക്ക് അല്ലേ? ഇവോക്ക് 2 വണ്ടി ഉണ്ട്. ആളുകൾ ഇപ്പോൾ പൊതുവേ ഇപ്പോൾ റേഞ്ച് റോവർ കാണുമ്പോൾ നമ്മൾ ഷോറൂമിൽ കാണാനൊക്കെ ആളുകൾ വിചാരം റേഞ്ച് റോവറാണ് നമ്മളെ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല പൊതുവേ ഒരു. പിന്നെ ഈ റേഞ്ച് റോവർ കാണുമ്പോൾ തന്നെ ഈ ബാഡ്ജിങ് ഉണ്ടല്ലോ, ഈ റേഞ്ച് റോവർ എന്നുള്ള ബാഡ്ജിങ് കാണുമ്പോൾ തന്നെ ആൾക്കാർ വിചാരം ഇത് കോടികളെ മുതലാന്നില്ല. എന്നെ കൊണ്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുമെന്നൊരു ഡൗട്ട് കൂടെ കസ്റ്റമർക്ക് വരുന്നുണ്ട്. ഇപ്പോഴത്തെ മണ്ണാർക്കാട് നിന്ന് കസ്റ്റമർ വന്നിട്ട് നമ്മൾ ചോദിച്ചാണ് റേഞ്ച് റോവർ എന്നെ കൊണ്ട് കഴിയൂല. അപ്പോൾ നമ്മളേക്കൊരു ബെൻസ് എടുത്ത് പോയി കഴിയൂല. അപ്പോൾ പുള്ളി പിന്നെ ഇതിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ വിളിച്ചു പറഞ്ഞു, എടാ നമ്മൾ നേരെ തെറ്റി, അന്ന് ഇത് പറഞ്ഞ മാതിരി തന്നെ ഷോറൂമിൽ കൊണ്ടുപോകുമ്പോൾ ചെറിയ വേരിയേഷൻ ഉള്ളൂ വരുന്നുള്ളൂ. റേഞ്ച് റോവർ തമ്മിൽ വരുന്നു. അത് ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ മെഴ്സിഡീസിലാണെങ്കിലും BMW-യിലാണെങ്കിലും ഓഡിയിലാണെങ്കിലും പോർഷയിലാണെങ്കിലും ഇനിയിപ്പോൾ ലാൻഡ് റോവറിലാണെങ്കിലും വോൾവോയിലാണെങ്കിലും ഏത് ബ്രാൻഡിലാണെങ്കിലും പല കാറ്റഗറി വണ്ടികളുണ്ട് അല്ലേ? അതായത് ഈ വണ്ടി ഇപ്പോൾ റേഞ്ച് റോവറിന്റെ ഒരു ബേസ് സാധനമാണ്, ബേസ് ഓപ്ഷൻ. റേഞ്ച് റോവർ ഇവോക്ക്. ഇതിന്റെ മേലേക്ക് വരുമ്പോൾ സ്പോർട്ട് ഉണ്ട്, വോഗ് ഉണ്ട്, വെലാറുണ്ട്. വെലാറും നമ്മളെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പൊ പല കാറ്റഗറി വണ്ടികളുണ്ട്. ഇപ്പൊ മെഴ്സിഡീസിൽ തന്നെ ഒരു എൻട്രി ലെവൽ വണ്ടികളാണത്. C ക്ലാസ് ഉണ്ട് അല്ലേ? പിന്നെ GLA, GLC, GLE അങ്ങനെ കാറ്റഗറി മേലേക്ക് പോകും. അത് S ക്ലാസ്സിക്ക് പോകുമ്പോൾ മെയിൻ്റെനൻസ് വരും, മാറി. ഇനിയിപ്പോ GLSക്ക് പോകുമ്പോൾ മെയിൻ്റെനൻസ് കൂടും, ഇതിലേക്ക് വരുമ്പോൾ മെയിൻ്റെനൻസ് കമ്മിയാവും. അപ്പൊ ഒരു വണ്ടിനെ വെച്ചിട്ട് ആ ബ്രാൻഡിനെ കമ്പയർ ചെയ്യരുത് അല്ലേ? ഇപ്പൊ ടൊയോട്ടനെ തന്നെ വെച്ചിട്ട് നമ്മൾ ടൊയോട്ടക്ക് മെയിൻ്റെനൻസ് കമ്മിയാണ് അറിയും. ഇന്നോവക്ക് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഹൈ കോൺഫിഡന്റ് ആക്കാറ്. അതേ മൈൻഡ് വെച്ചിട്ട് നമ്മൾ ലാൻഡ് ക്രൂസർ എടുത്താലോ? മനസ്സിലാവും. ഹൈ പ്രീമിയം വരുമ്പോ നല്ല മെയിൻ്റെനൻസ് കോസ്റ്റ് വരും. അപ്പൊ ഒരു വണ്ടിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, ആ ബ്രാൻഡിനെ വിലയിരുത്തണ്ട. അപ്പൊ റേഞ്ച് റോവർ ഇവോക്ക് നമ്മളൊരു മെഴ്സിഡീസിന്റെ ഫസ്റ്റ് എൻട്രി ലെവലിലെ വണ്ടികൾ, GLC ഒക്കെ എടുക്കുന്ന ആളുകൾക്ക്, BMW-ന്റെ X3, X5 ഒക്കെ എടുക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ എടുത്ത് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ് റേഞ്ച് റോവർ ഇവോക്ക്. അങ്ങനെ തന്നെ പറയണം. അത് വെലാർക്കും വോഗുക്കും സ്പോർട്ടുക്കും പോകുമ്പോൾ മെയിൻ്റെനൻസിലും നല്ല മാറ്റമുണ്ട്, വിലയിലും നല്ല മാറ്റമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ വണ്ടി എടുക്കുമ്പോൾ ലാൻഡ് റോവറിന്റെ ലക്ഷറി സെഗ്മെന്റ് ആയ റേഞ്ച് റോവർ എന്ന ബ്രാൻഡിന്റെ ഇവോക്ക് ആ ഫീലിലാണ് ഉപയോഗിക്കുക. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ചിലപ്പോൾ ഇതറിയും ഇവോക്കാണ്, ഒരു 40% ആൾക്കാർക്കും അറിയും. ചില കാറ്റഗറി ആൾക്കാർ ഈ പേരെ ഇപ്പൊ വായിക്കുന്നുള്ളൂ, റേഞ്ച് റോവർ. അത് റേഞ്ച് റോവറാണ്, എന്നെ കൊണ്ട് കഴിയൂലെന്നൊരു തോന്നലാണ്. അത് മാത്രല്ല നമുക്ക് കിട്ടുന്ന റോഡ് പ്രസൻസ്. ഇപ്പൊ എല്ലാവരും പ്രീമിയം വണ്ടി എടുക്കുന്നത് പല പർപ്പസാണ് അല്ലേ? ഇപ്പൊ എല്ലാവരും ഒരു വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ഇപ്പൊ നമ്മൾ എത്ര വണ്ടികൾ വിറ്റുക്കും? എന്തായാലും ഒരു 5,000 വണ്ടി എന്തായാലും ഏകദേശം 5,000 കസ്റ്റമർ ഞങ്ങൾ ഡീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും വണ്ടികൾ നമ്മൾ ഡീൽ ചെയ്തതുകൊണ്ട്, ഇത്രയും കസ്റ്റമറായിട്ട് നമ്മൾ സംസാരിക്കുന്നതുകൊണ്ട് നമുക്കറിയാം കസ്റ്റമറെ പർപ്പസ് പല പർപ്പസിലാണ് ആൾക്കാർ വണ്ടി എടുക്കുക. ചില ആൾക്കാരുണ്ട്
50 ലക്ഷം റുപ്യക്ക് വണ്ടി വാങ്ങിയിട്ട് നമ്മളോട് എന്താ പറയല്, എനിക്കിത് കാർ പോർച്ചിൽ ഇടണം, റോട്ടിക്കൊന്ന് പോകണം, ഒരു മാസത്തിൽ ചിലപ്പോൾ 20 കിലോമീറ്റർ മാടെ ഓടൂല. അത് അവരുടെ ആഗ്രഹമാണ്. ചില ആൾക്കാരുണ്ട് വണ്ടി ഇന്ന് എടുത്താൽ ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് പോലും വരുമ്പോൾ 5000 കിലോമീറ്റർ ഡൽഹിയൊക്കെ പോയി അങ്ങനെ ഓടുന്നവരുണ്ട്. ചില ആളുകൾ അവരുടെ ഫാമിലി പർപ്പസ്, ഫാമിലി കുടുംബമായിട്ട് കല്യാണത്തിന് പോകണം, തക്കാരത്തിന് പോകണം, അങ്ങനത്തെ ആൾക്കാരുണ്ട്. ചില ആൾക്കാർ 4, 3, 5 വണ്ടി ഇല്ല ആളുകൾ എടുക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ബ്രാൻഡിങ്ങിന് വണ്ടി എടുക്കുന്ന ആൾക്കാരുണ്ട് ബിസിനസ്സിൽ. ഇപ്പം എല്ലാവരും നല്ല രീതിയിൽ വണ്ടി വെച്ചിട്ട് ജനങ്ങളെ അളക്കുന്നുണ്ട്. നമ്മൾ അളക്കുന്നുണ്ട് പറഞ്ഞ് പൊതുവെ അളക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഒരു പഠനം ഇപ്പോൾ കഴിഞ്ഞ് നിൽക്കണം. ആണോ അല്ലേ? ഇവരൊക്കെ അന്തം വിട്ടു. അത് പറയാം. കാരണം നിങ്ങൾ ഇതേ വിചാരിച്ച് ബോറടിക്കല്ലേ, പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതൊന്നും എപ്പോഴാ പറയാ, ഇപ്പൊ പറഞ്ഞിട്ടില്ലേ എപ്പോഴാ പറയാ. അതായത് ബ്രാൻഡിങ്ങിന് വണ്ടി ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ ഞാനൊരു പ്രധാനപ്പെട്ട ടൗൺ, അങ്ങനെ ആയിക്കോട്ടെ, പ്രധാനപ്പെട്ട ടൗണിൽ ഒരു ഇൻഡിക്ക വിസ്റ്റയുമായിട്ട് സഞ്ചരിച്ചു. അപ്പോൾ ഒരു 10 ദിവസം മുന്നേ. അതായത് ഒന്നുമല്ല, ഇൻഡിക്ക വിസ്റ്റ എനിക്ക് അവിടെ കിട്ടി, അവിടെ വണ്ടി ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ കേസ് ഇതേറ്റവും ഒന്ന് നടന്നു നോക്കാമെന്നുള്ളൊരു ആഗ്രഹം. അങ്ങനെ 2 ദിവസം ഞാൻ ഫുള്ള് പല സ്ഥാപനങ്ങളിലും കയറി ഇറങ്ങി. അപ്പോൾ നമ്മളറിയുന്ന ആളുകൾ വേഗം വന്നിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യണം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ വണ്ടി കൊണ്ട് ചെല്ലുന്നതും ബെൻസീറ്റ് ചെല്ലുമ്പോഴും ഇതേ സ്ഥാപനത്തിലെ ആറ്റിറ്റ്യൂഡ് രണ്ടാണ്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് നേരെ ഇവിടെ വന്ന് മീറ്റിംഗ് വിളിച്ച് നമ്മളെല്ലാ ടീം മെമ്പേഴ്സിനെയും വിളിച്ചിട്ട് ഞാൻ എന്താ പറഞ്ഞത്, ഇവിടെ സ്കൂട്ടിമ വന്നാലും റോൾസ് റോയ്സിൽ വന്നാലും MITമ വന്നാലും ഓട്ടോറിക്ഷയിൽ വന്നാലും എല്ലാവരും നമ്മൾ എന്ത് ചെയ്യണം, ഒരേപോലെ സ്വീകരിക്കണം. അത് നമുക്ക് കിട്ടിയ അനുഭവത്തിൽ നിന്നാണ് നമ്മൾ ഉൾക്കൊണ്ടിട്ട് ഇത് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ബ്രാൻഡിങ്ങിന് ഒരു പ്രീമിയം കാറുകൾ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ, ഇപ്പോൾ നമ്മളൊരു ഉദ്ഘാടനത്തിന് പോകുമ്പോൾ എന്നോട് നേരിട്ട് ചോദിച്ചു അല്ലേ, ഞാനൊരു കോളേജിൽ പരിപാടിക്ക് എന്നിട്ട് അന്ന് ഏതൊരു ഇത് അല്ല കാക്കു ഏതൊരു വണ്ടിട്ടാണെന്ന പോലും വിളിച്ചിട്ട് ചോദിച്ചു, അൻഫാലിക്ക് ഏത് വണ്ടിയാണ് വരുന്നത്, ലാൻഡ് ക്രൂയിസർ ഇല്ലേ അതെടുത്ത് വരുമെന്ന് ചോദിച്ചു. അത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾക്ക് അവർക്കും തന്നെ ഒരു ഇതാണ്. ഞാനൊരു പരിപാടിക്ക് ഒരു Audi A6 പോയപ്പോൾ പോന്നപ്പോൾ പറഞ്ഞാൽ എന്താ ഈ വണ്ടിയായിട്ട് വന്നത്, അവർക്ക് വലിയ വണ്ടികളായിട്ട് ചെല്ലുമ്പോഴാണ് അത് ഇഷ്ടം. അപ്പോൾ ആ പർപ്പസിനും ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാട്ടോ. ഇതൊക്കെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അത് ചിലപ്പോൾ നിങ്ങൾ വീഡിയോ കാണാൻ നിങ്ങൾക്ക് വരാം. അപ്പോൾ അത്തരം പർപ്പസിന് വേണ്ടവർക്കും റേഞ്ച് റോവർ ഓപ്ഷൻ. അപ്പോൾ ഇത് 2 വണ്ടി ഉണ്ട് അല്ലേ. അപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇത് രണ്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഏകദേശം അത്യാവശ്യം മൈലേജ് കിട്ടും കേട്ടോ. ഒരു ഡീസലിന് ഏകദേശം നമ്മൾ ഒരു 12-13 കിലോമീറ്റർ മൈലേജ് ഉണ്ട്. അതായത് 4 സിലിണ്ടറിൽ 2.2 എഞ്ചിനാണ്, നല്ല എഞ്ചിനാണ്. അപ്പൊ ഒരു 15 പറയാന്നുണ്ടെങ്കിലും ഒരു 12 നിങ്ങൾ പ്രതീക്ഷ കിട്ടും. അത്യാവശ്യം മൈലേജ്. അതെ. പിന്നെ നമ്മളിപ്പോൾ പറയുമല്ലോ, പിന്നെ കുലുങ്ങൂല അല്ല, എന്താ പറയാ, നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാല് കൊട്ടജൂല അല്ലേ. അതായത് കെട്ടുറപ്പുണ്ട് അല്ലേ, ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. നമുക്ക് എങ്ങനെ ഹൈ കോൺഫിഡന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇവോക്ക് ഓൾ വീൽ ഡ്രൈവ് ആണ്. ഇതൊക്കെ നമ്മൾ ആധികാരികമായിട്ട് പറയുന്നത് നമുക്കിത് എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് നമ്മൾ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്ര കിലോമീറ്റർ നിങ്ങൾക്ക് മൈലേജ് കിട്ടും. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ പുതിയ വണ്ടിക്ക്, ഇപ്പോഴത്തെ വണ്ടിക്കൊക്കെ ഏകദേശം 1 കോടി രൂപേൻ്റെ അടുത്ത് വില വരുന്നുണ്ട്. ഇത് ഇറങ്ങുമ്പോൾ തന്നെ 75 ലക്ഷം റുപ്യ വില വരുന്നുണ്ട്. ഇതിന്റെ വില പറഞ്ഞു കൊടുത്താ, അതായത് ഇത് HSC ഡൈനാമിക് പറഞ്ഞ ഇവോക്കിന്റെ ടോപ്പ് എൻഡ് വരുന്നുണ്ട്. അത് HSC, ഇതിന് നേരെ താഴത്തെ വരുന്നുണ്ട്. ഇതിൽ 360 ഡിഗ്രി ക്യാമറ, എന്താ ഡുവൽ ടൂൺ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഈ ഡൈനാമിക്കിൽ വരും. അതിൽ ചെറിയ വേരിയേഷനുകളൊക്കെ അതിലും വരുന്നുണ്ട്. ഇതാകെ 64,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പിൽ 2016 മോഡൽ വണ്ടി, ഒറിജിനൽ കേരള. അത് പ്രൈസ് വരുന്നത് 32,70,75,000 രൂപ ഫൈനൽ പ്രൈസ്. അത് HSC ഡൈനാമിക് ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്, 60,000 കിലോമീറ്റർ ഓടി. അതേമാതിരി ഈ കാറ്റഗറിക്ക് വരുമ്പോൾ അതിനെക്കാട്ടിലും ഏകദേശം 8-9 ലക്ഷം റുപ്യന്റെ മാറ്റം പ്രൈസിംഗിൽ ഈ വണ്ടി ഉണ്ട്. പക്ഷെ കാരണം എന്താ വെച്ചാൽ 2017-18 രജിസ്ട്രേഷനിൽ ഫസ്റ്റ് ഓണർഷിപ്പിൽ 40,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ഓണറുമാണ്. ഇത് നമ്മൾ ആസ്കിംഗ് റേറ്റ് 43 ലക്ഷം രൂപ. അതെ. അപ്പൊ 43 ലക്ഷം രൂപന്റെ 10 ലക്ഷം രൂപന്റെ മാറ്റം രണ്ട് വണ്ടികളും തമ്മിലുണ്ട്. പക്ഷെ അതിന്റെ ഡിഫറൻസ് വണ്ടികളിലും കിലോമീറ്ററിലും ഒക്കെ ഉണ്ട് മാറ്റങ്ങളുണ്ട്. അപ്പൊ 2 റേഞ്ച് റോവർ ഇവോക്ക് പരിചയപ്പെടുത്തി. അടുത്തതായി 2 പോർഷെ കൈന്. അതായത് ഇത് നമ്മളെ പ്രത്യേകതയാണ്. വരുന്ന ആൾക്കാർക്ക് 2 ഓപ്ഷൻ ഉണ്ട്. GLA ഒറ്റ കുട്ടികളുണ്ട്, ഇവോക്കിലും ഉണ്ട്, ഇനി പോർഷേക്ക് വന്നാലും ഉണ്ട്. ഇനി ഇതിനെ പറ്റി കുറച്ച് പറഞ്ഞുതരാം. ഇതുവാണെങ്കിൽ നമുക്ക് 2 വീഡിയോ ആയിക്കളുണ്ട് സൽമാനോ. ചിലപ്പോൾ കഴിയുമ്പോഴത്തേന് മണിക്കൂറുകളാവും അല്ലേ. ചിലപ്പോൾ 2 എപ്പിസോഡായിട്ടേ കാറ്റങ്ങൾ വീഡിയോ കാണാം.
എല്ലാം കാണിക്കുന്നുണ്ട്, ചെറുവണ്ടികളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രീമിയം വണ്ടിൻ്റെ ഒരു എപ്പിസോഡും അത് കണ്ടൊരു എപ്പിസോഡും വെക്കാം. അപ്പോൾ 2 പോർഷെ കൈനുണ്ട്. അപ്പോൾ ആ പറഞ്ഞ ആ കാറ്റഗറി ആ ലുക്കൊക്കെ നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഇവൻ കുറച്ച് മെയിൻ്റെനൻസ് ആണ്, കോസ്റ്റ്ലിയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഞാൻ ഇപ്പോൾ കുറച്ച് മെയിൻ്റെനൻസ് ഒക്കെ കൂടുതൽ കൊടുത്ത് ഈ വണ്ടി എന്തിനു എടുക്കണം, റേഞ്ച് റോവർ എടുത്താൽ പോരെ, അല്ലെങ്കിൽ GL എടുത്താൽ പോരെ. പക്ഷേ ഞാൻ അതിനാണ് നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. ബ്രാൻഡിങ്ങിൽ ഇത് രണ്ടാണ്. ഓടിക്കുമ്പോൾ കിട്ടുന്ന ഫീല് മാറ്റമുണ്ട്, ഉള്ളിൽ കയറിയാൽ തന്നെ മാറ്റമുണ്ട്, മൊത്തത്തിൽ മാറ്റമുണ്ട്. പോർഷെ കൈൻ. അപ്പോൾ അന്താനടക്ക് പിന്നീട് കണ്ടോക്കെ ആ ക്യാമറ തിരിച്ചാ വല്ല വണ്ടി എന്തി പോണോക്ക് എവിടുക്കാ എന്നങ്ങോട്ട് പോവല്ലേ. നേരത്തെ ഇവിടുത്തെ സൽമാനോ പെരി കടന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഒന്തി പോവാണ്. ഇന്ന് പോക്കില്ല, ഇന്ന് ഉറക്കമില്ലാത്ത രാത്രികളാണ്. വിശക്കുണ്ടോ? ഇന്ന് വിശക്കുണ്ടെങ്കിൽ വേഗം പോയി തിന്നു വന്നു അല്ലേ. ഞങ്ങൾ പൈച്ചുണ്ടോന്നാ ചോദിക്കല്. ഇത് കുറച്ച് സ്റ്റാൻഡേർഡ് ആയോ പൈച്ചാന്നിട്ട് ഞങ്ങൾ പറയാ വിശക്കണീന് പൈച്ച അല്ലേ. ആ അപ്പോൾ 2 പോർഷെ കഴിഞ്ഞ് ഇതൊന്ന് പരിചയപ്പെടുത്തിയാലോ. അതായത് പോർഷെ എന്ന ബ്രാൻഡൊക്കെ ഏതൊരു പ്രീമിയം കാറ്റഗറി വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഡ്രീമേക്കാണ്. ഇതിന്റെ കൊമ്പന്മാരുണ്ട്, അവിടേക്ക് നമ്മൾ ഇപ്പൊ കടക്കണം. പോർഷയില് നമുക്ക് നമ്മളെ ഇപ്പൊ നിലവിൽ നമ്മൾ റോഡിനനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടി പോർഷയില് കൈനും പോർഷെ മെക്കാനും ഇതേ ലുക്കിൽ തന്നെയാണ് മെക്കാൻ. ഇതിനെക്കാളും ഒന്ന് ചെറുതായിരിക്കുന്നുള്ളൂ. കൈന് കുറച്ചുമാറി ഇടുപ്പ് തോന്നിക്കും. അപ്പൊ 2 വണ്ടി ഉണ്ട്. നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു പോർഷെ കൈന് വാങ്ങിക്കാം. ഈ ഒരു ലോഗോ കാണുമ്പോൾ ഇതുണ്ടോ സൽമാൻ ഒന്ന് അടുപ്പിച്ച് കാണിക്കും. ഈ പോർഷെ അല്ലേ, ഈ ഒരു ലോഗോ കാണുമ്പോൾ തന്നെ കോടികളെ ഫീലാണ് എന്ത് ചെയ്യുക കിട്ടുക അല്ലേ. അത് റിച്ച് ലോഗോ ആണ് അല്ലേ പോർഷെ. അപ്പോൾ പോർഷെ കഴിഞ്ഞ് നമ്മൾ പരിചയപ്പെടുത്തുമ്പോഴേ ആൾക്കാർ കരുതും ഷോറൂമിൽ പോവുകയാണെങ്കിൽ ഇപ്പോൾ 1,40,00,000 മുതൽ 2 കോടി രൂപ വരെ വില വരുന്നുണ്ട്. അപ്പൊ 2 കോടി രൂപ വരെ ഇപ്പോഴാട്ടോ വരുന്നത്. ഇത് ഇറങ്ങുമ്പോൾ 1 കോടി രൂപ വില ഉണ്ട്. ഇനി 1 കോടി തന്നെ നിങ്ങൾ കൂട്ടിക്കോളി അല്ലേ. ഇപ്പൊ 1 കോടി ഒന്നും നിങ്ങൾക്ക് വേണ്ട. സഫാരി കാർസിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് തരാൻ പോണത് ഇതിന്റെ പ്രൈസ് പറഞ്ഞാൽ പെട്ടെന്ന് 28 ലക്ഷം രൂപ. 28 ലക്ഷം രൂപക്കാണ് നിങ്ങൾക്ക് ഒരു പോർഷെ കയ്യിൽ തരാൻ പോണത്. എന്നാൽ നേരെ ഇതിന്റെ ഇരട്ടി വരും. ഇതിന് 43 ലക്ഷം രൂപ. 43 ലക്ഷം രൂപ. അതർ സ്റ്റേറ്റോ കാര്യങ്ങളൊന്നും. ഇത് ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ആണ്. ഇതും ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ആണ്. ഇത് കിലോമീറ്റർ ഓടിയതും ഹൈലൈറ്റ് ആട്ടോ. 63,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് 1,14,000 കിലോമീറ്റർ ഓടി. അതിനനുസരിച്ചുള്ള വിലപ്പാവുണ്ട്. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പെയിന്റ് ടച്ചപ്പും പോളിഷും എത്തിയിട്ടുള്ളൂ. ഒന്ന് സെറാമിക് കോട്ടിംഗ് ഒക്കെ ചെയ്ത് കുട്ടപ്പനാക്കി തരും. അപ്പൊ നിങ്ങൾ ഈ 2 വണ്ടി ഈ ഒരു പ്രൈസിൽ എടുത്ത് ഉപയോഗിക്കുമ്പോൾ ആ 1.5 കോടി ക്ലബിൽ കയറാൻ പോവാണ് അല്ലേ. ഇത് സെക്കൻഡ് വണ്ടി ആയിക്കോട്ടെ. ഈ സെക്കൻഡ് വണ്ടി ഈ വിലക്ക് എടുത്തോണ്ട് ഈ മൈൻഡ് എന്തുവാണം, ഇത് 1.5 കോടി 2 കോടി രൂപേന്റെ വണ്ടിയാണ്. അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കാൻ കഴിയുന്നവര് മാത്രം എടുക്കുക. ചിലപ്പോൾ നിങ്ങൾ ഇത് എടുത്ത് 1 മാസം 2 മാസം ഉപയോഗിക്കുമ്പോൾ 4 ലക്ഷം 5 ലക്ഷം റുപ്യേൻ്റെ ഒക്കെ മെയിൻ്റെനൻസ് ചിലപ്പോൾ വരും. ചിലപ്പോൾ 2 ലക്ഷം റുപ്യേൻ്റെ വരും. ചിലപ്പോൾ മെയിൻ്റെനൻസേ വരില്ല. ഞങ്ങൾ കൊടുത്ത എത്രയോ പ്രീമിയം വണ്ടികൾ കസ്റ്റമർ 1 കൊല്ലമായിട്ടും നോർമൽ സർവീസ് മാത്രം എടുത്ത് ഉപയോഗിക്കുന്ന വണ്ടികളുണ്ട്. അപ്പൊ ആ മൈൻഡിൽ എടുക്കണം അല്ലേ. ഇത്രയും വില കുറച്ച് ഇത്രയും ഡിപ്രോസിയേഷനിലാണ് ഈ കാറ്റഗറി വണ്ടികളൊക്കെ തരുന്നത്. ഇതിന്റെ മോഡൽ മാടെ പറഞ്ഞു കൊടുക്കുക. ഇത് 2015 മോഡൽ, ഇത് 14 മോഡൽ. ചെറിയൊരു ഫേസ് ലിഫ്റ്റ് 2 വണ്ടിമേലും വ്യത്യാസമുണ്ട്. 1 കൊല്ലേ മാറ്റമുള്ളൂ. പക്ഷെ വിലയിൽ 20 ലക്ഷം റുപ്യേന്റെ മാറ്റം. അത് ഷോറൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ വണ്ടി ആ വണ്ടി തമ്മിൽ പ്രൈസിൽ വേരിയന്റ് വന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എടുക്കാൻ ആഗ്രഹം. പോർഷെ കൈനിന്റെ ഏറ്റവും ഇഷ്ടമുള്ള, എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഭാഗത്തിന്റെ ഇന്റീരിയർ ആട്ടോ. പ്രത്യേകിച്ച് ഇത് ഈ ബീജ് കളർ അല്ലേ. ഇനി ഈ പോർഷെ വൈറ്റ് കളർ ഇഷ്ടപ്പെടാത്ത ആളുകളൊക്കെ, അതായത് പോർഷയില് യുണീക്ക് കളർ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്. അതിനൊക്കെയുള്ള സൗകര്യം നമ്മളതിലുണ്ട്. ഇതിന് ബ്ലാക്ക് ആക്കണേലോ പച്ച ആക്കണേലോ ചോപ്പ് ആക്കണേലോ ഒക്കെ ഉള്ള ഓപ്ഷൻസ് നമ്മൾ ശരിക്കും എന്റെ അഭിപ്രായത്തിൽ 4-5 കൊല്ലം മുന്നേ വരെ റീപെയിന്റ് ചെയ്ത വണ്ടിക്കില്ലേ ഇടുക്ക ചെയ്തില്ല. നമ്മൾ പേടിയായിരുന്നു. റീപെയിന്റ് ചെയ്ത വണ്ടി വിറ്റ് പോലും അതിന്റെ പേടിയായിരുന്നു. ഇപ്പൊ അതില്ല. ഇപ്പൊ നേരെ ഷോറൂമിൽ നടക്കണ റീപെയിന്റ് ചെയ്ത വണ്ടിക്ക് ഇപ്പൊ മാർക്കറ്റ്. നമുക്ക് മിനിഞ്ഞാന്ന് ഇപ്പോഴത്തെ BMW നമുക്ക് ലിസ്റ്റ് വന്നു. ഒരു യൂസർ കാറാണ്. M സ്പോർട്ട് വണ്ടി 2024 വണ്ടിയാണ്. ഒരു ഷോറൂമിൽ നിന്ന് വൈറ്റ് വണ്ടി ഇറക്കി വീട്ടിലേക്ക് എത്തി 1 വീക്ക് കൊണ്ട് ഓല് നേരെ പുറത്ത്, ഷോറൂമിലല്ല പുറത്ത് കയറ്റിയ വണ്ടി ഫുള്ള് ഗ്രീൻ കളറാക്കി. കളർ ചേഞ്ച് ഒരു പ്രശ്നമില്ല. ആളുകൾ മാറ്റുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ 2 കാറ്റഗറി വണ്ടികളൊക്കെ ഇപ്പൊ ഇത്രയും മോഡൽ കമ്മിയല്ലോ. ഇപ്പൊ ഇതൊക്കെ നമ്മൾ കൈയോടിച്ച് വരുമ്പോൾ പുതിയ വണ്ടിന്റെ ഫീൽ ഉണ്ടാവും. എന്താ വെച്ചാൽ നേരെ ഫേസ് ലിഫ്റ്റ് കിറ്റുകൾ നാട്ടില് പുതിയ വണ്ടിയാക്കാം. ഈ 2 കോടിന്റെ വണ്ടിയാക്കാം, സെയിം ആക്കി മാറ്റാം. അതും ഫെസിലിറ്റി നമ്മളെടുത്തുണ്ട്. ഞാൻ അടുത്തതായി മെഴ്സിഡീസ് എത്തി അല്ലെ. വീണ്ടും മെഴ്സിഡീസ് 2 GLE 1 കൂപ്പെ അല്ലെ. അല്ല നമ്മൾ വന്നത് 2 അറ്റകുട്ടികൾ അല്ലേ. 2ഉം GLE ആണ്.
ഒന്ന് GLE 43 AMG കൂപ്പെ ജക്കിമോൻ അങ്ങനെ പറയാം. ഓന് ഭയങ്കര ഇഷ്ടമാണ് ഈ AMGന്റെ വീഡിയോ എടുക്കാൻ. ഞങ്ങളൊന്ന് എടുത്തുന്നേ ഓന് ഭയങ്കര ഇഷ്ടമാണ് ഈ കൂപ്പെ. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു മുതൽ ഇതുണ്ട്. ഇതിന്റെ സൗണ്ടാണ് ഹൈലൈറ്റ് അല്ലേ? അത് മറ്റേ കായ് ഉണ്ടാകുമ്പോ കിട്ടൂല, കിട്ടുമ്പോ വാങ്ങിക്കോളണം. ഇത് റയർ പീസാണ്. ഇതൊരു സ്പോർട്സ് കാറ്റഗറി വണ്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു മോഡലാണ്. നമ്മളാ ഇതിന് മുന്നുണ്ടായിരുന്ന കൂപ്പ അഡ്വാൻസ് അതിന് ശേഷം ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്ന ഒരു മോഡലായിരുന്നു 43 കൂപ്പ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മളൊരു വണ്ടി സ്റ്റോക്ക് ഉണ്ട്. അതായത് നമ്മൾ തെരഞ്ഞു നടക്കുന്നുണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മാർക്കറ്റിൽ റയർ സാധനങ്ങൾ കിട്ടൂല. അപ്പൊ ഒരുവിധം വണ്ടി പ്രാന്തന്മാരൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന മോഡലാണ് ഈ കൂപ്പ. AMG ഇത് ഓടിക്കാനാണ് ഭയങ്കര വണ്ടി. ഫോർസ് പ്ലസിൽ കറക്റ്റ് അതിന്റെ ആ മൂവ്മെന്റ് കിട്ടുന്ന സൗണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് റോഡ് കൂടി ഇപ്പൊ രാത്രി ഇങ്ങനെ പോകുമ്പോ ആ സൗണ്ട് കറക്റ്റ് കിട്ടും. ഈ GLEന്റെ പ്രത്യേകത എന്താ വെച്ചാല് GLEക്ക് നല്ല മാർക്കറ്റ് അല്ലേ? ഒത്തിരി ആളുകളാണ് ഈ വണ്ടി. പുതിയ മോഡൽ 400 450 ഒക്കെ ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോഴും എൻക്വയറി വരുന്ന മോഡലാണ്. ഇത് GLE 350 ആണ്. ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്കൊരു 56 ലക്ഷം രൂപ. 56 ലക്ഷം രൂപ. ഈ GLEന്റെ വില 79 ലക്ഷം രൂപ. 79 ലക്ഷം രൂപ. പുതിന എത്ര വില ഉണ്ട് അറിയോ? 1,35,00,000 അന്ന് ഇറങ്ങുമ്പോൾ. ഇപ്പൊ 1,60 ലക്ഷം രൂപന്റെ അടുത്ത് 60 ലക്ഷം രൂപന്റെ അടുത്ത് GLE 53 AMGക്ക് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല ക്ലീൻ പീസ് ആണ് അല്ലേ? അടിപൊളിയാണ്. മാർക്കറ്റില് ഒരു 43 കൂപ്പ AMG GLE ഉണ്ടോന്നുള്ളത് ഡൗട്ടാണ്. ഒറിജിനൽ കേരള വണ്ടി നമ്മൾ കാണിച്ചതൊക്കെ ഒറിജിനൽ കേരള വണ്ടിയാണ്. ഫുൾ കേരള വണ്ടിയാണ്. നിങ്ങൾക്ക് എല്ലാ കാറ്റഗറി ഇവിടെ ഉണ്ട് അല്ലേ? നിങ്ങൾക്ക് വില കുറഞ്ഞ പ്രീമിയം വണ്ടികൾക്ക് നമ്മൾ എത്തുന്നുണ്ട്. അപ്പോൾ അതും കാണിക്കാം. മിനി കൂപ്പർ ഉണ്ട്, ഇനി കുറഞ്ഞ ബെൻസ് ഉണ്ട് അല്ലേ? BMW ഉണ്ട്, വോൾവോ ഉണ്ട്, ഹൈക്രോസ് ഉണ്ട്, പിന്നെ GLE ഇതിന്റെ മുതലേനു. അപ്പൊ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? നമ്മൾ വീഡിയോ ഇട്ടു, പക്ഷേ ഒരാൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. GLE വേണ്ട ആൾക്കാർക്ക് വേറെ വണ്ടി. GLE നമ്മൾ രണ്ടെണ്ണം, എല്ലാ വണ്ടി കാണിച്ചിട്ടുണ്ട്. ഇനി രണ്ടെണ്ണം കാണിച്ചാണ്ടോ? ഇല്ല. TMA ലോക്കായി അല്ലേ? ഹൈക്രോസ് ഒന്നുള്ളൂ, പിന്നെ ക്രെറ്റ, ബെൻസ് GLC ഉണ്ട്. ക്രെറ്റ രണ്ടെണ്ണം ഉണ്ട് അല്ലേ? അപ്പൊ GL 350 പറഞ്ഞു കൊടുക്കുക. GLE നോക്കുന്ന ആളുകൾക്ക് 2014 മോഡൽ 15 രജിസ്ട്രേഷൻ ഉണ്ട്. 1 ലക്ഷത്തിന് കിലോമീറ്റർ ഉള്ളിൽ ഓടുന്ന ആളുകൾക്ക് വരുന്നത് ഏകദേശം ഒരു 29 ലക്ഷം രൂപ. 29 ലക്ഷം രൂപ അല്ലേ? 2014-15 രജിസ്ട്രേഷനിലെ വണ്ടി. കേരള വണ്ടി, ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ. അപ്പൊ GL തരുന്ന ആൾക്കാർക്ക് ഇനി ഒരു വണ്ടി നമ്മൾ സ്റ്റോക്ക് ഉണ്ട്. അടുത്തതായി കിയ കാർണിവൽ ലിമോസിൻ 2020 മോഡലിൽ ഇപ്പോഴും കമ്പനിയിൽ അണ്ടർ വാറണ്ടിയിൽ നടക്കുന്ന വണ്ടിയാണ്. കിലോമീറ്റർ 90,000 കിലോമീറ്റർ ഓടിക്കുന്നത്. പക്ഷെ ഇപ്പോഴും വണ്ടി ആ ഷോറൂം കണ്ടീഷനിലാണ് വണ്ടി ഇപ്പോഴും കിടക്കുന്നത്. ഇത് പ്രൈസ് ഉദ്ദേശിക്കുന്നത് 23 ലക്ഷം രൂപ. ഇത് ഓൺ റോഡ് പ്രൈസ് എത്ര വരുന്നുണ്ട്? ഇപ്പൊ ഇറങ്ങുന്ന വണ്ടിക്ക് 80 ലക്ഷം രൂപന്റെ മേലെ ഇറങ്ങുമ്പോൾ ഏകദേശം 50 ലക്ഷം രൂപന്റെ അടുത്ത് വിലയുണ്ട്. അപ്പൊ അതിന്റെ ഒരു പകുതി റേറ്റിലാണ് ഇപ്പോൾ ആ പുതിയൊരു കണ്ടീഷനിലുണ്ട്. ഇതിൽ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് 2020 12 മാസം വണ്ടിയാ. 20 മോഡലാട്ടോ അല്ലേ? മുഖ്യമന്ത്രിന്റെ വണ്ടി അത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. എല്ലാ കിയന്റെ മാർക്കറ്റിംഗിലും ഇപ്പൊ മാത്രല്ല ബ്ലാക്ക് കളറുമാണ്. അതായത് ഒരാൾ ഉപയോഗിക്കുന്ന വണ്ടിക്ക് അങ്ങനെ നല്ല സംഭവങ്ങൾ പോക്കുണ്ട്. അപ്പൊ ഈ വലിയ വലിയ ആൾക്കാർ സെലിബ്രിറ്റികൾ ഉപയോഗിക്കുമ്പോൾ ആ വണ്ടിന്റെ മാർക്കറ്റ് നമ്മൾ തന്നെ ഒരുപാട് ആളുകൾ പുറത്തുനിന്ന് നമ്മൾ ഓരോട് ചോദിക്കാറുണ്ട് നിങ്ങൾ വാങ്ങിയത് ഇൻഫ്ലുവൻസ് ചെയ്യാറില്ല. ഒരാളോട് ചോദിച്ചു നിങ്ങൾ പെർഫ്യൂം ഏതാ? എന്നിട്ട് മുസ്തഫ ഒന്ന് ഫോട്ടോ എടുത്തു ആവട്ടോ, നമുക്ക് വാങ്ങാൻ നമുക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ? അപ്പൊ ഒരാൾ ഉപയോഗിക്കണ കാണുമ്പോഴാണല്ലോ മറ്റൊരാൾക്ക്. അപ്പൊ അത് മുഖ്യമന്ത്രി ഉപയോഗിക്കണ വണ്ടിയാണെന്ന് പറയുന്നതിൽ മോശമൊന്നുമില്ല. കേരളം എന്ന സംസ്ഥാനത്തിന്റെ CM ഉപയോഗിക്കണ വണ്ടി മോശമാവോ? ഇല്ല അല്ലേ? ആദ്യം ടൊയോട്ട ആയിരുന്നു, ഇപ്പൊ കീക്ക് മാറി, വീണ്ടും ടൊയോട്ടയ്ക്ക് തിരിച്ചു വരുമെന്ന് നമുക്ക് കണ്ടറിയാം അല്ലേ? അടുത്തതായി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഹൈക്രോസ്. ഈ വണ്ടിക്ക് ഇറങ്ങിയ ടൈമിലൊക്കെ അടിയും ബുക്കിംഗ് ഉണ്ട്. നമ്മൾ ചരിത്രം കുറിച്ച വണ്ടിയല്ലേ? 300 കിലോമീറ്ററിൽ നമ്മള് ഷോറൂം വിൽക്കുന്ന കാറിലും 1.25 ലക്ഷം രൂപ കൂട്ടിയാണ് നമ്മൾ വിറ്റു. അതായത് നമ്മള് മുടുക്കന്മാരാണെന്ന് പറയുന്നത് അന്ന് അതാണ് അതിന്റെ കച്ചവടം. കാരണം പുതിയ വണ്ടിന്റെ വില കൊടുത്താലേ വണ്ടി കിട്ടുന്നുള്ളൂ. അതായത് ഷോറൂമിൽ പോയാൽ 40 ലക്ഷം റുപ്യ 1.5 കൊല്ലം ബുക്കിംഗ് ആണ് ഷോറൂമിൽ. നമ്മൾ വണ്ടി വിറ്റത് 41 ലക്ഷം റുപ്യ കൂടുതലായിട്ട്. ആ എടുക്കുന്ന കസ്റ്റമറും ഇത് ഷോറൂമിൽ പോയി ഇതൊക്കെ പഠിച്ചു വന്ന ആൾക്കാരാണ് അറിഞ്ഞു തന്നിട്ടാണ് നമുക്ക് എടുക്കുന്നത് അല്ലേ? നമുക്ക് ഷോറൂമിലൊക്കെ ഏകദേശം 3 മാസം കൊണ്ടൊക്കെ വണ്ടി കിട്ടുന്നുണ്ട്. പക്ഷെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, ഹൈബ്രിഡ് ആണ്, ZX 40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമുക്കൊരു 36.25 ലക്ഷം രൂപക്ക് കൊടുക്കാൻ പറ്റും. ഡിമാൻഡിലെ മുതലാട്ടോ ഹൈക്രോസ്. അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഏറ്റവും ടോപ്പിന്റെ വേരിയന്റ് കൂടെയാണ് ZX ആണ്. അപ്പൊ അടുത്തതായി ഹുണ്ടായി ക്രെറ്റ അല്ലേ? രണ്ട് വണ്ടിന്റെ, ഒന്ന് പെട്രോളും ഒന്ന് ഡീസൽ ഓട്ടോമാറ്റിക്, പുതിയ മോഡലും ഒന്ന് പഴയ മോഡലും. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഒന്നും ഡീറ്റെയിൽ 2 എപ്പിസോഡ് വരുന്നുണ്ട് അല്ലേ? അടുത്തതായി നമ്മൾ റേഞ്ച് റോവറിന്റെ ഇവോക്ക് ആ കാറ്റഗറിയിൽ തന്നെ ബെൻസിന്റെ ഒരു
കോമ്പാക്ട് XUV 2017 മോഡൽ 18 രജിസ്ട്രേഷനിൽ നിലവിൽ വെസ്റ്റ് ബംഗാൾ രജിസ്ട്രേഷനിലാണ് വണ്ടി കിടക്കുന്നത്. 1,00,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ്. NOC നമുക്ക് കസ്റ്റമർ വലിയവർക്ക് എടുത്തു കൊടുക്കാം. പ്രൈസ് NOC പ്രൈസ് ആണ് 23 ലക്ഷം രൂപ. 23 ലക്ഷം രൂപക്ക് NOC അതായത് ഇനി വെസ്റ്റ് ബംഗാളിലെങ്ങാനും അഡ്രസ് പല ബിസിനസ്സോ കുറെ സ്ഥാപനമുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അഡ്രസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പ്രൈവറ്റ് രജിസ്ട്രേഷനിലെ വണ്ടിയാണ്, അവിടെ അല്ലെങ്കിൽ നിങ്ങളെ പേരിൽ NOC എടുത്തു. ഇതേ വെസ്റ്റ് ബംഗാൾ ഇതേ RC ഓണറെ ഒരു വണ്ടി നമ്മൾ ഇവിടെ സെയിൽ ചെയ്തതാണ്. അദ്ദേഹം തന്നെ രണ്ടാമത്തെ വണ്ടി നമുക്ക് തന്നാണ്. അദ്ദേഹത്തിന് അവിടെയൊക്കെ ബിസിനസ്സിലെ ആളാണ്. അടുത്തതായി നമ്മൾ കാണിക്കാൻ പോകുന്നത് BMW-ന്റെ X1 അല്ലേ? ഇത് ഡീറ്റെയിൽസ് പെട്ടെന്ന് 2017 മോഡലിൽ ഡീസൽ അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. BMW-ന്റെ SUV മോഡൽ സ്റ്റാർട്ടിങ് 58,000 കിലോമീറ്റർ ഓടിയ നിലവിൽ തേർഡ് ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി. അത് നമ്മൾ തന്നെയാണ് ഇതിന് മുന്നത്തെ കസ്റ്റമർക്ക് നമ്മൾ ഈ വണ്ടി ഇവിടുന്ന് കൊടുത്താണ്. സെക്കൻഡ് ഓണർഷിപ്പിലായ സമയത്ത് ഇപ്പൊ നമ്മൾ പ്രൈസ് വരുന്നത് 23 ലക്ഷം രൂപ. 23.5 ലക്ഷം രൂപക്ക് 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതായത് ഈ X1 ഒക്കെ ഈ വിലക്ക് 55,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അവിടെയാണ് ഇതിന്റെ ഹൈലൈറ്റ് നടക്കുന്നത്. പ്രീമിയം വണ്ടി. ഇതേ വണ്ടിന് ഒരു 1.5 ലക്ഷം കിലോമീറ്റർ ഓടിക്കണമെങ്കിൽ വിലയിൽ വലിയ മാറ്റം ഉണ്ടാവും. 16, 17, 18 കിട്ടും. ഒക്കെ നമ്മളതിനെ കൊടുക്കുകയും ചെയ്തു, നമ്മൾ തന്നെ വരും. അപ്പൊ ഇത് ഹൈലൈറ്റ് ആട്ടോ. ഈ കിലോമീറ്റർ പ്രീമിയം ഡീസലിൽ ഏകദേശം ഒരു 15 കിലോമീറ്റർ കൺഫേം മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഇനി വേറെ കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ, ഇത് 55,000 കിലോമീറ്റർ ഓടി അത് നമുക്ക് എടുക്കുന്ന ആൾക്കാർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാവും, അതിൻ്റെതായ ഒരു സുഖമൊക്കെ വണ്ടി ഉണ്ടാവും. ഇത് ഇനി 1.5 ലക്ഷം കിലോമീറ്റർ ഓടി ആ വണ്ടിക്ക് നിങ്ങൾക്ക് നല്ല പ്രൈസിൽ കുറച്ച് കിട്ടും. കറക്റ്റ് കമ്പനി സർവീസ് ഒക്കെ പോയി മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണെങ്കിൽ നല്ല വില കുറച്ച് എടുക്കുകയും ചെയ്യാം. ഇതേ കംഫർട്ട് കിട്ടും. നമുക്ക് ഒരു പേടിയില്ല. ഞാനിപ്പോൾ 1.5 ലക്ഷം 2 ലക്ഷം കൂടിയ വണ്ടിയാണ് ഉപയോഗിക്കാൻ കോൺഫിഡൻ്റ് ആണ്. കാരണം നമുക്ക് അറിയാം എന്താ വരികയെന്നും അതെന്താ സംഭവം എന്നും കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത വണ്ടികളായിരിക്കണം. അപ്പം അത് അതിൻ്റെതായ കസ്റ്റമർക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കൊടുക്കുക. അപ്പൊ തീർച്ചയായിട്ടും അടുത്തത് വോൾവോന്റെ V90 സ്റ്റേഷൻ വാഗൺ ടൈപ്പ് ആണ്. അത് അപൂർവമായിട്ട് നമ്മൾ റൂട്ടുമ്പോൾ കാണുന്ന ഒരു സാധനമാണ് വോൾവോ V90. 2017-18 കർണാടക രജിസ്ട്രേഷൻ വണ്ടിയാണ്. കർണാടകയിലെ സ്റ്റേഷൻ വാഗൺ ആണ് ഫസ്റ്റ് വണ്ടിയാണ്. പിന്നെ ഈ വോൾവോ എന്ന ബ്രാൻഡിന് തന്നെ ഒട്ടനവധി ഫാൻസിലെ വണ്ടിയാണ്. ഇപ്പോൾ ഈ മോഡൽ 17-18 കർണാടക രജിസ്ട്രേഷൻ വണ്ടിക്ക് നമ്മൾ ഷോറൂമിൽ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 29,300,000 ഏകദേശം അന്ന് 60 ലക്ഷം രൂപയുടെ മേലെ റയർ സാധനം വേണ്ടവർക്കൊക്കെ ബെറ്റർ ഓപ്ഷനാണ്. പിന്നെ കാണിക്കാൻ ഇത് ഫുള്ള് ഫോർച്യൂണർ, ബാക്കിൽ ക്രിസ്റ്റ, പിന്നെ താറുകൾ കിട്ടും. താർ റോക്സ് താറ് SUV കാറ്റഗറിയിൽ വരുന്ന വണ്ടികൾ അതൊക്കെ അടുത്ത എപ്പിസോഡ് ഓഫറിൽ കൊടുക്കാൻ പറ്റിയ ഫോർച്യൂണർ ഉണ്ട്. ഇതെന്താണ് ഓഫർ ആക്കാന്ന് പറഞ്ഞു. ഇത് അടുത്ത എപ്പിസോഡ് ആക്കല്ലേ? അടുത്ത ഞാനും എന്താനോ കളി അല്ലേ? ഇത് ഓഫറാക്കല്ലേ നമുക്ക്? അപ്പോൾ അടുത്ത എപ്പിസോഡിന് വെയിറ്റ് ചെയ്തോളിട്ടോ അല്ലേ? പിന്നെ അടിപൊളി ഒരു ഹൈലക്സ് ഉണ്ട്. എന്താ ചൊറുക്കില്ലത്! ഇത് വണ്ടി ഇങ്ങനെ നോക്കി നിൽക്കുക നമ്മള്. കാണുമ്പോൾ തന്നെ നമുക്ക് അതായത് നമുക്ക് ഇവിടെ എന്താ വെച്ചാൽ ഹരം എന്താ വെച്ചാലേ ഇനി കുറച്ചേരം ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നാലേ കുറച്ചേരം ഹൈലക്സ് നോക്കുക, കുറച്ചേരം BMW 5 സീരീസ് ഇതാണോ ഇത്. പിന്നെ സൽമാനോ അടിപൊളിയായിട്ട് ആ റീൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സൂപ്പർ റീല് അത് നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവും. ഫേസ്ബുക്കിലും യൂട്യൂബിലത്തെ ആൾക്കാർക്ക് ഇപ്പൊ ചൊറുക്കില് വീഡിയോ കാണാൻ പറ്റില്ല. കാരണം ഒരുപാട് ആൾക്കാരെ നമുക്ക് പേഴ്സണലി മെസ്സേജ് ചോദിക്കാം, നിങ്ങൾ ഷോറൂമിൽ വന്നാൽ വണ്ടി കാണാൻ പറ്റും, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടാവും? ഒരു പ്രശ്നങ്ങളും ഇല്ല. കാണാൻ വരുന്ന ആളുകൾക്ക് എല്ലാ വണ്ടികളും വന്ന് എല്ലാ വണ്ടിയും കാണാം. നിങ്ങൾക്ക് എല്ലാ വണ്ടിയെ പറ്റി പറഞ്ഞുതരും. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അല്ലേ? ഇപ്പോഴത്തെ ഒരു കമന്റ് കണ്ടു, അതായത് നിങ്ങളെ ഷോറൂമിൽ വന്നപ്പോൾ മെയിൻ രീതിയിലാകട്ടെ. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ സംഭവം ഉണ്ടായിരിക്കും അല്ലേ? ഞാനത് എല്ലാവരോടും ചോദിച്ചു, ഒരാളെ അറ്റൻഡ് ചെയ്യാതിരുന്നിട്ടില്ല. നിങ്ങൾ ഷോറൂമിൽ വന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യും. നിങ്ങൾ ആരെങ്കിലും ഇവിടെ അറ്റൻഡ് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴേ ഞാൻ അത് കാണുള്ളൂ, അപ്പോഴേ എനിക്ക് പോലെ പിടിക്കാൻ പറ്റുള്ളൂ അല്ലേ? അങ്ങനെ ഒരു സംഭവം ഇവിടെ എന്തായാലും ഉണ്ടായിക്കണോ? ഇല്ലല്ലോ. ഇനി എന്തേലും ചിലപ്പോൾ അല്ല ഡെലിവറി 2-3 വണ്ടികളൊക്കെ അടുപ്പിച്ച് ഡെലിവറി ഉണ്ടാവാറുണ്ട്. വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. കാരണം എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് ഇവിടെ ഒരാൾ വന്നിട്ട് വണ്ടി എടുക്കണ്ട, കച്ചവടം നടക്കണ്ട, ഒരാൾ അറ്റൻഡ് ചെയ്യാതെ പോകരുത്. ചിലപ്പോൾ ചില ആൾക്കാരുണ്ട് വരുമ്പോൾ ഓൻ ചിരിച്ചോ പറ്റിയില്ല, നോക്കിയേ പറ്റിയില്ല, ഓന് ഞാൻ നോക്കിയപ്പോൾ കുപ്പായം ശരിയാക്കി അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ട്. അതങ്ങനെ പോട്ടെ. നമ്മളൊരാളെ റെസ്പെക്ട് ചെയ്യണം, ഓലെ അറ്റൻഡ് ചെയ്യണം. നിങ്ങൾ ആരും വന്നോളിട്ടോ, ഒരു കുഴപ്പമില്ല. ഞായറാഴ്ചകളൊക്കെ നമുക്ക് ഷോറൂം തുറന്നിടാൻ തന്നെ കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഫ്രീ ഉള്ള ആൾക്കാർ വണ്ടി കാണാൻ വണ്ടി എടുക്കാൻ വേണ്ടി വന്നാൽ അത് പ്രശ്നമല്ല, നിങ്ങൾ വണ്ടി എടുക്കണ്ട. അതെ, ഇവിടെ കരുവാറുകൊണ്ടേ ഞായറാഴ്ച ഞങ്ങള് ഫുള്ള് ലീവ് ആയിരുന്നു. ഞായറാഴ്ച ഞങ്ങൾ ഓപ്പൺ ആക്കാനുള്ള കാരണം എന്താണോ? കരുവാരുകുണ്ട് ഞങ്ങൾക്ക് ഇവിടെ കേരളാംകുണ്ട് വാട്ടർഫാൾസ് ഉണ്ട്, ഒരുപാട് റിസോർട്ടുകളുണ്ട്. നല്ല മനോഹരമായൊരു നാടാണ് ഞങ്ങളുടെ നാട് കരുവാരുകുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് ഒരുപാട് ടൂറിസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കരുവാരൻ്റെ വരുന്നുണ്ട്. ഇപ്പോലെ ബക്കറ്റ് ലിസ്റ്റിലുള്ള 2 സ്ഥലമാണ്. ഒന്ന് കരുവാരൻ്റെ പോയി വെള്ളച്ചാട്ടം കാണാം, സഫാരി കാർസ് പോയി കുറച്ച് വണ്ടികളും കാണാം. നിങ്ങൾ വണ്ടി എടുക്കണ്ട, നിങ്ങൾ ഒന്നും വേണ്ട, നിങ്ങൾ വന്നോളി, വണ്ടി കണ്ടോളി,
ഫോട്ടോ എടുത്തോളി ഒക്കെ ചെയ്തോളി, ഒരു കുഴപ്പമില്ല അല്ലേ. പക്ഷേ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഒരാളെ കൂട്ടിയിട്ട് വേണം വണ്ടി ഓണാക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ. ചിലപ്പോൾ നമുക്ക് ആരാണ് എന്താണ് എവിടുന്നാണെന്നൊന്നും പറയാം. രാത്രി 9 മണിക്ക് ശേഷമാണ് നമ്മളെ നിങ്ങൾ കയറരുത് അല്ലേ. അത് കാരണം 1-2 കോംപ്ലിക്കേഷൻസ് വന്നതുകൊണ്ടാണ്. ഇവിടെ ആൾക്കാരെ നിങ്ങൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്ത് തരും. ഒരു കഥയുമാണ് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് മുന്നേ ഞാൻ വണ്ടി അന്ന് ഞാനാണ് ഷോറൂമിലില്ല, അവിടെ ഷോറൂമായി ഷോറൂം തുറന്നില്ല. ഒരാൾ ഇൻഷേഡൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പനായിട്ട് വന്നിട്ട് എന്നോട് ചോദിച്ചു വണ്ടി ഒന്ന് ട്രെയിൽ നോക്കണമല്ലോ പറഞ്ഞു. ഒരു അർട്ടിക്കേനും ഞാൻ വണ്ടി ട്രെയിൽ എടുത്തു. ഇയാൾ വണ്ടി ട്രെയിൽ എടുത്താണ് പോയി. ഇയാളെ കാണാനില്ല. ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞു ആന്തിയില്ല, ആളെ കാണാനില്ല. ആകെ ബേജാറായി. ഞങ്ങൾ ഫുള്ള് തിരച്ചിൽ തുടങ്ങി, ആളെ കാണാനില്ല. ലാസ്റ്റ് സ്റ്റേഷനിലൊക്കെ പോകാൻ നിൽക്കുക. പിന്നെ എല്ലാ CCTV ഒക്കെ ചെക്ക് ചെയ്യാൻ എല്ലാ പരിപാടികളും ചെയ്തു. ഞാൻ ചെറുക്കന്മാരൊക്കെ വിളിച്ചുകൂട്ടി ഞങ്ങൾ വണ്ടി പോയി, വണ്ടി കാണാനില്ല. ഒരാൾ ട്രെയിൽ പോയാൽ 5-10 മിനിറ്റ് കൊണ്ട് തിരിച്ചു വരില്ലേ. പിന്നെ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ആൾ തിരിച്ചു വരുന്നത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് പറഞ്ഞേ ഞാനൊരു പെണ്ണാണുണ്ടായിരുന്നു അതിന് പോയത്. സംഭവം ഒന്നുമില്ല, ഞങ്ങൾ അയാളൊന്നും ചെയ്തില്ല. കാരണം എന്താ വെച്ചാൽ ആളെ മൈൻഡ് ചേർത്ത് കോംപ്ലിക്കേഷൻ അല്ല, ചെറിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ആളൊന്നും പറയണല്ലോ. അയാൾ അതായത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അതായത് ബോധപൂർവ്വം അല്ല അയാളും ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വന്നിട്ട് ട്രെയിൽ വയ്ക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് കോൺഫിഡൻറ്റ് ഉണ്ട്, ഇത് പോകാൻ കൊണ്ട് കുത്തിച്ചാൽ ഞാനാണ് ശരിയാക്കി തരുന്നില്ല പറയാനില്ല തൻ്റെ ആർക്കും ഉണ്ടാവും, എനിക്കുണ്ട്, ചിലപ്പോൾ ഇവൽക്കും ഉണ്ടാവും. ചിലപ്പോൾ നമ്മളെ ബാക്കിയുള്ള ടീം മെമ്പേഴ്സിന് എന്തേക്കാരം അത് പേടിയേക്കാരം. ഈ BMW ഓട്ടുമ്പോൾ ഇവരെന്തെങ്കിലും തട്ടിച്ചോ എന്നില്ല പേടി ഉണ്ടാവും. അപ്പോൾ ആ ഒരു മൈൻഡിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇവ നമ്മളോട് മോശമായി പെരുമാറിയെന്ന് ചിന്തിക്കരുത്. നിങ്ങൾ നമ്മളെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ധൈര്യമായിട്ട് വന്നോളി. വണ്ടി കാണിച്ചു തരാനും ഫോട്ടോ എടുക്കാനും വണ്ടിനെ പറ്റി പറഞ്ഞു തരാനൊക്കെ ഞങ്ങൾ ഇവിടെ ഉണ്ട് അല്ലേ. ഞാൻ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഒരു സ്ഥാപനത്തിൽ കയറിച്ചെല്ലാം പേടിച്ചിരുന്ന സമയം ഉണ്ടായിരുന്നു. പോലെ എന്താ കരുതുക അതിനെപ്പറ്റി. ഞാൻ കച്ചവടം തുടങ്ങിയിട്ട് തന്നെ വരെ ഒരു ഹമ്മറിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി അയാൾക്ക് വിളിക്കാൻ എനിക്കൊരു മടി. നമ്മൾ എടുക്കൂല എന്നറിയണത് എന്തായാലും ആൾക്കറിയാം. ഓനെ ഹമ്മർ എടുക്കാനായിട്ടില്ല എന്ന് ആൾക്കറിയാം, ഓപ്പോസിറ്റുള്ള ആൾക്കാർക്ക് അറിയാം. അപ്പോൾ നമ്മൾ വിളിച്ചിട്ട് ചോദിക്കുകയാണ് ഈ ഹമ്മറിൻ്റെ വില എന്താണെന്ന് ചോദിക്കുമ്പോൾ ഓൾക്ക് എന്തായാലും എന്താ കരുതുക, ഇപ്പം എന്തായാലും എടുക്കൂല, ഇപ്പോൾ ഇത് അറിയാൻ വിളിച്ചതെന്നല്ലേ കരുതുക. പക്ഷെ എൻ്റെ മനസ്സിലാകുന്ന എന്താണ്, ഈ ഹമ്മറിന് എത്ര വില വരും, ഇത് നമുക്ക് വാങ്ങാൻ കഴിയുമോ, ഇത് എന്ന് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയും അല്ലേ, ഇത് ഹമ്മർ ഉപയോഗിക്കുന്നവർക്ക് ഇത് എത്ര വില കൊടുത്ത് വാങ്ങിയാന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ നമുക്ക് ഇന്ന് പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് 1-2 ഹമ്മറൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അല്ലേ. അപ്പോൾ അത് അന്ന് നമുക്ക് വിളിച്ച് മനസ്സിലാക്കണമെന്ന് എന്താ നമുക്കുള്ള ക്യൂരിയോസിറ്റിയാണ്. അപ്പോൾ അത്ര ആളുകൾ വരുമ്പോൾ നിങ്ങൾ BMW വില ചോദിക്കുക, ഇതിൻ്റെ സുഖം അറിയില്ലേ, ഇതിൻ്റെ ലക്ഷ്യം അറിയും, നാളെ മറ്റന്നാൾ നിങ്ങൾക്കും അച്ചീവ് ചെയ്യാനുള്ളതാണ്. ഒരിക്കലും ഒരാളെ കൊണ്ടും സാധിക്കാത്തതില്ല, എല്ലാവരെ കൊണ്ടും സാധിക്കും. എന്നെ കൊണ്ട് പറ്റുമോ, ഇവരെ കൊണ്ട് പറ്റുമോ, ഇവരെ കൊണ്ട് പറ്റുമോ, എല്ലാവരെ കൊണ്ടും പറ്റും അല്ലേ. എല്ലാവർക്കും പഠിച്ചോ കൈ വന്നാണ്. എന്താണ് നമ്മളെ മൈൻഡ്, എന്താണ് നമ്മൾ ടാർഗറ്റ്, അതിനനുസരിച്ചേ കാരണം നമ്മളെ പോക്ക്. നിങ്ങൾക്ക് എനി ടൈം സ്വാഗതമാണ്. ഞായറാഴ്ച ഞങ്ങൾ ഓപ്പൺ ഉണ്ട്. രാവിലെ 9:30 മണി മുതൽ രാത്രി 7 മണി വരെ ഞങ്ങൾ ലൈവാണ് അല്ലേ. 7 മണിക്ക് ശേഷം വരുമ്പോഴാണ് കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ ഒന്ന് കറക്റ്റ് കട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ തന്നെ ആക്കിയിട്ട് വിട്ടുകൊണ്ട് അല്ലേ. ഇതൊക്കെ സെപ്പറേറ്റ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ഓട്ടോമാറ്റിക് വരുമ്പോൾ അത് പറയാതിരിക്കാൻ വയ്യ, അതുകൊണ്ടാണ് അല്ലേ. നമ്മൾ ഒരാളോട് 2 പറഞ്ഞതിന് പകരം നമുക്ക് വീഡിയോ ഇട്ട് അത്രേ ഉള്ളൂ. അപ്പൊ BMW പറഞ്ഞോളൂ എല്ലാവരോടും. 3 വണ്ടി ഇനി അടുത്ത എപ്പിസോഡ് എടുക്കണോ കുഴങ്ങിക്കണ് അല്ലേ. ഞാൻ തന്നെ എനിക്ക് തന്നെ പോണ എറണാകുളത്തേക്ക്, അതാണ് പ്രശ്നം. പിന്നെ ഇപ്പൊ ഞാൻ നിങ്ങളോട് പിന്നെ പെരയിൽ കടന്നു തുടങ്ങിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നത്, ഞാൻ ഇപ്പൊ എത്ര ദിവസമായി, ഞാൻ ഇന്നലെ രാത്രി വീട്ടിലേക്ക് എത്തുന്നത് 2 മണിക്കാണ്. രാവിലെ എണീറ്റ് 1-2 പരിപാടിക്ക് പോയി. ഇപ്പൊ കോഴിക്കോട് നമ്മളെ ഫൈസൽ ഖാൻ്റെ കുടിരിക്കലിന് പോയി വന്നിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഈ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കൊച്ചിക്ക് എത്തണം. രാവിലെ 10 എന്തുണ്ട് അവിടെ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അത് ഓട്ടം തന്നെയാണ്. അതായത് നമ്മൾ എൻജോയ് ചെയ്യണില്ല കേട്ടോ, ഇതും എൻജോയ്മെൻ്റ് ആണ്. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയായിട്ട് നല്ല പാട്ടൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഞങ്ങൾ പോകണു. വൈക്ക നല്ല ചായക്കടയിലിരുത്തി കട്ടൻ ചായ കുടിക്കണു, തട്ടടിയിലിരുത്തി ഫുഡ് കഴിക്കണു, അവിടെ ചെല്ലണു, ഫ്ലാറ്റിൽ സുഖമായിട്ട് കടന്നുറങ്ങണു, രാവിലെ ഇറങ്ങണു അല്ലേ. എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ ജോലി ചെയ്യണത്. മടുപ്പ് വന്നത് എനിക്ക് എന്തെങ്കിലും നെഗറ്റീവ് വന്നാൽ പിന്നെ കുലുങ്ങൂലേ ഞാൻ അടക്കും അല്ലേ. അതേപോലെ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് BMW 5 സീരീസിൻ്റെ വില കൊടുത്തോ. 2019-20 രജിസ്ട്രേഷനിൽ പിന്നെ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി, ഓട്ടോ പാർക്ക് തന്നെ വണ്ടി തന്നെയാണ്. നമുക്കിത് പ്രൈസ് വരുന്നത് 37 ലക്ഷം രൂപ. അത് കിലോമീറ്റർ 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതേ തുണ വണ്ടി നമ്മൾ കൊടുത്തത് 45-നാണ്. ഈ ഒരു കിലോമീറ്റർ ഓടിയോണ്ടാണ് ഈ ഒരു പ്രൈസ് വരുന്നത്. പക്ഷെ കിലോമീറ്റർ ഓടി എഴുതിയിട്ട് യാതൊരു കംപ്ലൈന്റും ഇല്ല. അത് അതേ ഒരു ഫീൽഡ് എടുക്കാം. അത് ഈ വണ്ടി നോക്കാൻ വേണ്ടി ആളുകൾ ഫസ്റ്റ് നമ്മൾ ഇതിന്റെ കീ കൊടുത്ത് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യിക്കും. കാരണം ഒരു ലോ കിലോമീറ്റർ നോക്കി വരുന്ന ആളുകൾക്കാണ് എടുക്കാൻ താല്പര്യപ്പെട്ട് വരുന്ന ആളുകൾക്ക്, അതായത് ലോ കിലോമീറ്റർ നോക്കി വരുന്ന ആളുകൾക്കൊക്കെയാണ് ഇതൊന്ന് ഓടിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെന്നില്ല അവർക്ക് ഓട്ടോമാറ്റിക്കലി അവർക്ക് മനസ്സിലാവും. സെയിം കാറ്റഗറിയിലെ 320D
ഒന്ന് ക്രോസ് ചെയ്യട്ടെ. അതായത് ചിലപ്പോൾ എല്ലാവരും വരുമ്പോൾ ടെസ്റ്റ് ഡ്രൈവ് വയ്ക്കുമ്പോൾ ചില ആളുകളോട് നമ്മൾ പറയുന്നത് ജസ്റ്റ് ഒരു കൺഫർമേഷൻ വരുമ്പോഴാണ് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ്. ഇത് ചിലപ്പോൾ ഇത് കണ്ടങ്ങൾ ഈ ടയറുമ്പോൾ പോലും ഒരു ചളി ഉണ്ടാവില്ല. കണ്ടോ ഈ ക്യാമറ നോക്കി കൊടുക്കുക. ഈ ടയർ ഇത് എത്ര മോഡൽ വണ്ടിയാ? 2012 വണ്ടി. ഏകദേശം എത്ര കൊല്ലം പാക്കായി? ഏകദേശം 13 വർഷം പാക്കല്ല വണ്ടിയാട്ടോ അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. അതായത് ഒരു 4-5 ആൾക്കാർ അധ്വാനം രാവിലെ ഇവിടെ ഉണ്ട്. അത്രയും ക്ലീൻ ആക്കി വെച്ചു. ഉള്ളിൽ തുള്ളിപ്പൊടി ഉണ്ടാവില്ല, ബോഡിയിൽ തുള്ളിപ്പൊടി ഉണ്ടാവില്ല അല്ലേ. ചില വണ്ടി ഞങ്ങൾ പർച്ചേസ് ചെയ്ത വണ്ടിയാണ്. കാരണം ചില വണ്ടി നമുക്ക് ഇവിടെ കസ്റ്റമർ വിൽക്കാൻ വേണ്ടിയിട്ട് പാർക്ക് ആൻഡ് സെയിൽ കൊടുത്തു വെക്കണ സംവിധാനമുണ്ട്. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത വണ്ടി നമുക്ക് കൂടുതൽ അധികാരം ഉണ്ടാവും അല്ലേ. കാരണം നമ്മളെ മുതലാണ്, നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിയ വണ്ടിയാണ്. അത് നമുക്ക് കൊണ്ടിറക്കണതിന് കുഴപ്പമില്ല, നമുക്കൊന്ന് പെരേക്ക് ചോറ് വെച്ചാൽ പോണതിന് കുഴപ്പമില്ല, കസ്റ്റമർക്ക് ഒന്ന് ട്രെയിൽ കൊടുക്കണതിന് ഒന്നും കുഴപ്പമില്ല. പാർക്ക് ആൻഡ് സെയിൽ വരുന്ന വണ്ടിക്ക് ഞങ്ങൾക്ക് ഉത്തരവാദിത്വം കൂടുതലാണ്. ഇത് ഓടിക്കുന്ന ആൾക്കാർക്ക് ഇത് ഓടിക്കാൻ വെക്കുമെന്നോ കാര്യങ്ങളോ ഇതാരാണ് എന്താണെന്ന് ഞങ്ങൾ നല്ലോണം നോക്കും അല്ലേ. ചിലപ്പോൾ ഇത് ഈ വണ്ടിമേ വല്ല സ്ക്രാച്ച് പോകുകയെ ഒരു ഓടിക്കാൻ എന്തെങ്കിലും അങ്ങനെ നോക്കിയിരുന്ന വണ്ടി ആയിരിക്കും അതായിരിക്കും. പിന്നെ ഇത് കിലോമീറ്റർ കുറഞ്ഞ വണ്ടികൾ 100 കിലോമീറ്റർ 200 കിലോമീറ്റർ മാറുന്നതിന് വിലയിൽ ചിലപ്പോൾ മാറ്റം വരും. അപ്പോൾ നമ്മൾ കിലോമീറ്റർ കൂടാതെ ഇരിക്കാനുള്ള ശ്രദ്ധകൾ ഒക്കെ നോക്കും. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. പറയാനുള്ളതൊക്കെ പറഞ്ഞു പോവാം. അത് എനിക്ക് അവസരം അടുത്ത് അത് 2019 മോഡല് ആകെ 33,000 കിലോമീറ്റർ ഓടിയ 320D ന്യൂ ഷേപ്പിൽ ഫേസ് ലിഫ്റ്റ് വന്ന വണ്ടി. ഒറിജിനൽ ഫേസ് ലിഫ്റ്റ്. അതെ. സെക്കൻഡ് ഒരു കാര്യം പറയാം, പെട്ടി പീസ് വണ്ടി അത്ര ക്ലീനാ. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട്. നിലവിൽ കംപ്ലീറ്റ് BMW സർവീസുള്ള വണ്ടി. ഇത് നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് 38,50,000 രൂപ. ഇപ്പൊ അറിഞ്ഞ വണ്ടിക്ക് ഏകദേശം 80 ലക്ഷം രൂപന്റെ അടുത്ത് വില വരുന്നു. ഈ വണ്ടിക്ക് അന്ന് ഏകദേശം 60 ലക്ഷം രൂപന്റെ മേലെ പ്രൈസ്. നല്ലൊരു ഡിപ്രിസിയേഷനിലാണ് വണ്ടി കിട്ടുന്നത്. വണ്ടി കിലോമീറ്റർ ഓടിയിട്ടില്ല. 320D സ്പോട്ട് എന്ന വേരിയന്റ് ആണ്. കിലോമീറ്റർ കമ്മിയാണ് നിങ്ങൾക്ക് പുതിയ വണ്ടി എടുക്കണ പോലെ എടുക്കാം. മൊബൈൽ അടക്കാരാണ് പെട്ടി പീസ് അറിയില്ലേ. പെട്ടി പീസ് പറഞ്ഞാൽ പെട്ടിയൊന്നും പൊട്ടിച്ചാത്ത സൂപ്പർ കണ്ടീഷൻ ഫോണ് അല്ലേ. അപ്പൊ അടുത്തതായിട്ട് ഒരു മുതൽ സാധനം കാണിക്കാം. നമ്മൾ 2012-13 മോഡലാണെങ്കിലും 530 സിലിണ്ടർ വരുന്ന ഡീസൽ എഞ്ചിൻ വണ്ടിയാണ്. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ പൊട്ടിച്ച് കൊണ്ടിറക്കാൻ പറ്റിയ ഓടിക്കാൻ പവർഫുൾ. ബെൻസിന്റെ ഈ ക്ലാസ്സിന് ഓടി A6 ഒക്കെ പൊട്ടും. ഓടിക്കാൻ BMW തന്നെ. അതെ. നിങ്ങൾ കഥ പറയുന്നത് നിങ്ങൾ പറഞ്ഞിട്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ നല്ലോണം പറഞ്ഞു അല്ലേ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യും. കാരണം നമുക്ക് ഉപയോഗിച്ച എക്സ്പീരിയൻസിൽ തന്നെ പറഞ്ഞുതരാം. ബെൻസ് ഓട്ടാൻ സുഖം, BMW ഓട്ടാൻ സുഖം, ഓടിക്കെന്താ സുഖം, അതിനെത്ര ചെലവ് വരും, ഇതിനെത്ര ചെലവ് വരും, ഇതിക്ക് എത്ര എണ്ണ അടിച്ചണം, കംപ്ലൈന്റ് വന്നാൽ എത്ര രൂപ വരും, നമ്മൾ തത്ത പറയുന്ന മാതിരി പറയും. കുറച്ചൊരു ഡീസൽ അടിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടിറക്കാൻ കഴിയുന്ന ആളുകൾക്കാണെങ്കിൽ ഓടിച്ച് രസിക്കാൻ പറ്റിയ വണ്ടിയാണ് 530 ഇത്. പിന്നെ അത് പുറത്ത് അത് മാത്രമല്ല 2012 വന്ന വണ്ടിക്ക് കംപ്ലീറ്റ് M5 കിറ്റ്, ഫ്രണ്ട് ബമ്പർ, ബാക്ക് ബമ്പർ, അലോയ്സ് കാര്യങ്ങൾ, ഇന്റീരിയറിൽ സ്റ്റിയറിംഗ്, ക്ലസ്റ്റർ കംപ്ലീറ്റ്ലി ചേഞ്ച്. അതിലെടുത്ത് പറയണത് എന്താ വെച്ചാൽ 2 സീറ്റ് BMW M5 സീറ്റ് ഓല് കൊണ്ടുവന്ന് കയറ്റി. സാധാരണ നമ്മൾ എന്താ സീറ്റ് കവർ അടിക്കുക, സ്റ്റിച്ച് ചെയ്യുകയൊക്കെ ചെയ്യാം. ഇത് 2 സീറ്റ് എടുത്ത് പുറത്ത് വെച്ചിട്ട് M5 സീറ്റ് കയറ്റി. ഒറിജിനൽ അല്ല, അവര് എടുത്ത് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ട് കയറ്റിയിട്ടുണ്ട്. അത്ര വർക്ക് എടുത്ത് ക്ലിയർ ചെയ്ത വണ്ടിയാണ്. പ്രൈസിൽ കൂടുതലുണ്ടാവും. മാത്രമല്ല ഈ വണ്ടി നമുക്ക് പറയാം, ഒരു നമ്മളെ കസ്റ്റമർ, നമ്മളെ പെരുമ്പാവൂർ കസ്റ്റമർ നമ്മളിൽ പാർക്ക് ആൻഡ് സെയിൽ നന്നാണ് ഈ വണ്ടി. അങ്ങനെ പൊന്നുപോലെ പെരുമ്പാവൂരിലെ വണ്ടിയാണ് ആ ചെക്കന്മാര് കൊണ്ടുനടന്നിരുന്ന വണ്ടിയാണ്. പ്രൈസ് ഉദ്ദേശിക്കുന്നത് 19,70,75,000 രൂപ. കിലോമീറ്റർ ഓടിയിട്ടില്ല. 74,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അത് ഇപ്പൊ നമുക്കേ മാർക്കറ്റ് വിലയിൽ ഇങ്ങനെ നോക്കുമ്പോഴേ, പക്ഷേ ഇത് ഇത്രയും കണ്ടീഷനിൽ ഇങ്ങനെ ഒരു 530 ഇതൊരു കണ്ടീഷനിൽ നോക്കുമ്പോൾ ഒരു 19 ലക്ഷം റുപ്യ ഇത്രയും ഒരു ഓപ്ഷൻ വണ്ടി കിട്ടും. നമ്മളെ കയ്യിൽ തന്നെ 2012 മോഡല് 525, അത് 6 സിലിണ്ടർ വരാതെ 525, 6 സിലിണ്ടർ വരുന്നില്ല, 4 സിലിണ്ടറിലാണ്. 5 സീരീസ് തന്നെ. ആ വണ്ടി നമുക്ക് ഇപ്പോൾ എടുത്ത കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ 12 ലക്ഷം രൂപക്ക് നമുക്ക് സ്റ്റോക്ക് നമ്മൾ റെഡിയിലുണ്ട്. റെഡി സ്റ്റോക്ക് നമ്മൾ ഇതേ മോഡൽ തന്നെ 12 ലക്ഷത്തിന്റെയും 19 ലക്ഷത്തിന്റെയും പരിചയപ്പെടുത്തി സ്റ്റോക്ക് ഉണ്ട്. വീണ്ടും നമ്മൾ മെഴ്സിഡീസിന്റെ C ക്ലാസ്, Audi A4, Audi A3, Camry ഹൈബ്രിഡ്, ഇതൊക്കെ പ്രീമിയം വണ്ടികളാണ്. ഇനി പ്രീമിയം വണ്ടികൾ കാണിക്കാം. ഇനിയുണ്ട് വർഷാപ്പുകളൊക്കെ നമ്മളത് BMW X5, ബെൻസിന്റെ ഈ ക്ലാസ്. അതേപോലെ ലാൻഡ് ക്രൂസർ ചോദിച്ചു ഒരുപാട് ആൾക്കാർ വിളിച്ചിരുന്നു. ഒരു കിഡിലെ മുതൽ സ്റ്റോക്ക് കയറിയിട്ടുണ്ട് ബ്ലാക്ക് കളറിൽ തന്നെ. 2 ലാൻഡ് ക്രൂസറിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 2 വണ്ടി കൊടുത്തു, ഒരു വണ്ടി ഡെലിവറി കൊടുത്തു, ഒരു വണ്ടിന്റെ മാരക ഡെലിവറി വരുന്നുണ്ട്. അത് പയ്യന്നൂർക്ക് കേട്ടോ. അത് പയ്യന്നൂരിൽ നമ്മൾ വേണ്ടപ്പെട്ട ആൾക്കാർ കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഒരു കട്ട ഫോളോവർ അല്ലേ, അദ്ദേഹത്തെ നമ്മൾ പരിചയപ്പെടും. അപ്പൊ ആ ലാൻഡ് ക്രൂസറിന്റെ ഡെലിവറി വരുന്നുണ്ട്. പുതിയൊരു ബ്ലാക്ക് ലാൻഡ് ക്രൂസർ നമുക്ക് അഫോർഡ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രൈസിൽ. അതാണ് ലാൻഡ് ക്രൂസർ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പൊ
പുതിയ വാങ്ങണമെങ്കിൽ 3 കോടി അല്ലെങ്കിൽ 2.5 കോടി. ഇനിയിപ്പോൾ ഒരു കുറച്ച് മോഡൽ കൂടി 17-18 വാങ്ങിയിട്ട് 1 കോടി രൂപേൻ്റെ മേലെ വേണം. ഇതെല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റിയൊരു കിഡിലെ ലാൻഡ് ക്രൂസർ വന്നിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്താം. അസ്മ വന്ന ഓനെ ഒരു പെയിന്റ് ടച്ചപ്പും പോളിഷിങ്ങിനും വേണ്ടി കയറ്റിക്കാണ് അല്ലേ? എന്നിട്ട് കാണിച്ചു തരാം. ടൊയോട്ട ക്യാമറി എന്താ പറയാത്ത ODI4 2 വണ്ടി ഉണ്ടല്ലോ. ഒരു വണ്ടി ഇപ്പൊ വെള്ള വണ്ടി ഞാൻ കൊണ്ടുവരുന്ന വണ്ടി ഉണ്ട്, അത് വീട്ടിലുണ്ട് വണ്ടി. അടിപൊളി വണ്ടി കേട്ടോ, അത് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഉപയോഗിച്ചോണ്ടിരിക്കുന്നത്. ലോ ബഡ്ജറ്റ് വേരിയന്റ് ആളുകൾക്ക് 10,90,000 രൂപ. 10,90,000-ന് 10,90,000 രൂപ കൊടുക്കുമ്പോൾ എന്തൊക്കെ ബെനിഫിറ്റാ കിട്ടണത്, എന്തൊക്കെ ഉപദ്രവമാണ് കിട്ടണമെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞത് അല്ലേ? സൺറൂഫിന് സൺറൂഫ്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, 18 കിലോമീറ്റർ മൈലേജ്. പറഞ്ഞ വിശ്വസിക്കൂ, ഞാൻ തെളിയിച്ചതാണ്. 18 കിലോമീറ്റർ ഡീസലിന് മൈലേജ് A4-ന് കിട്ടും. ഓടിക്കാൻ നല്ല കംഫർട്ട്, സ്റ്റിയറിംഗ് ഒക്കെ പൂ പോലെ കാരണം അല്ലേ? പിന്നെ ഈ ഇതുണ്ട്, ഈ 4 വള ഇങ്ങനെ കണ്ട് ഓടിന്റെ ഈ ഒരു ഗ്രില്ലൊക്കെ വെച്ച് ഇങ്ങനെ വരുമ്പോൾ തന്നെ ആ പ്രീമിയം ലുക്കും ആ റോഡ് പ്രസൻസും നിങ്ങൾക്ക് കിട്ടുന്ന റെസ്പെക്റ്റ് ഒക്കെ എന്ത് കിട്ടും? ഈ 10,90 കിട്ടും. ഇപ്പൊ ഈ 10,90 ഉണ്ടായി കറക്റ്റ് വാങ്ങാൻ മതിയോ? ഇല്ല, കിട്ടൂല. അപ്പൊ നിങ്ങൾ ഈ ഒരു പ്രൈസ് കൊടുത്ത് ഇത്രയും ലക്ഷറി ഈ ഒരു ബ്രാൻഡ് അഫോർഡ് ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സംഭവങ്ങൾ ഒരുപാടുണ്ട്. അതേപോലെ ഉപദ്രവമുണ്ട്. മെയിൻ്റെനൻസ് ചിലപ്പോൾ നിങ്ങൾ ഈ കറക്റ്റമ്മ നിൽക്കുമോ? നിൽക്കൂല. നോർമൽ സർവീസ് ഇല്ലേ, നിങ്ങൾ ഓയിൽ ഫിൽറ്റർ, ഡീസൽ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ നോർമൽ സർവീസ് ഒരു 15,000-20,000 റുപ്യ ഉണ്ടെങ്കിൽ നോർമൽ സർവീസ് ചെയ്യാം. പിന്നെ കൂടുതൽ A4-ന് കംപ്ലൈന്റ് വരല് സസ്പെൻഷന്റെ ബുഷുകൾ, സ്റ്റിയറിംഗിന്റെ മൊഡ്യൂൾ മഴക്കാലമായി കഴിഞ്ഞാൽ ODI4-ന് വരുന്ന പ്രശ്നങ്ങളാണ്. അതായത് വെള്ളം കാണുമ്പോൾ ഉണ്ടാവും കുറേ ആൾക്കാർക്ക് ഒന്ന് തെറിപ്പിച്ചങ്ങനെ പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ BMW ആണെങ്കിലും ബെൻസ് ആണെങ്കിലും ഓടി ആണെങ്കിലും ഒക്കെ സ്റ്റിയറിംഗിന്റെ മൊഡ്യൂൾക്ക് വെള്ളം കയറും. സ്റ്റിയറിംഗ് 90,000 റുപ്യ, വേറെ പ്രശ്നമൊന്നുമില്ല അല്ലേ? 10 കോടി റുപ്യ എടുത്ത് റോൾസ് റോയ്സ് എടുത്താലും അത് ആ സെയിം സാധനമാണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ കാണുമ്പോൾ സൂക്ഷിച്ച് നിങ്ങൾ എല്ലാ സെഡാൻ വണ്ടി ഉപയോഗിക്കാൻ കേട്ടോ. പ്രീമിയം എല്ലാ കാറ്റഗറിയും വരും. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു 90,000 മുടക്കാൻ തയ്യാറാണ്. ഇങ്ങനല്ലേ പ്രശ്നം. ഈ മൈൻഡ് ഇല്ല ആൾക്കാർക്കാണെങ്കിൽ നല്ല ഓപ്ഷൻ, നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോളി. ചെറിയ പ്രൈസിൽ നിങ്ങൾക്ക് അടിപൊളി ഇതേ സാധനം തന്നെ 13-14 വരുന്ന ഒറിജിനൽ കേരള വണ്ടി, ഒരു വൈറ്റ് കളറുണ്ട്. പിന്നെ ഈ A4-ന് പ്രത്യേകത എന്താ വെച്ചാൽ മറ്റേ ഒരു 12, 13, 14 വണ്ടികളൊക്കെ നമുക്ക് ഒരു പഴയ മോഡൽ ഫീൽ ചെയ്യുമല്ലോ, അത് A4-ൽ കിട്ടില്ല. ന്യൂ ഷേപ്പ് ഒരു പുതിയ വണ്ടി ഉപയോഗിക്കണ ഫീൽ നിങ്ങൾക്ക് A4 ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ A4-ന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കുട്ടി കൊണ്ടുവരേണ്ടത് കണ്ടറിവ് പറഞ്ഞതാണ്. സൗണ്ട് അച്ചടച്ചപ്പത്തിന് വെള്ളം വന്നു, പക്ഷെ തണുത്ത വെള്ളം കുടിച്ചാൽ കുഴപ്പം, ചുമക്കും. നമ്മൾ 2-3 വീഡിയോയിൽ നമ്മൾ കാണിച്ചതാണ്. ODI3 അത്യാവശ്യം പൈസ ചെലവാക്കിയ വണ്ടിയാണ്. അപ്പൊ അതിന് അതിൻ്റെതായ പ്രൈസ് വരുന്നുണ്ട്, അതിൻ്റെതായ പ്രൈസും ഉണ്ട്. ODI3 നമ്മളതിൽ തന്നെ ODI3 12.75 ഉണ്ട്, ഇത് 16.75. ODI3 രണ്ടെണ്ണം കേട്ടോ, ഒരു വൈറ്റ് വണ്ടി ഉണ്ട്. അപ്പൊ 2 കാറ്റഗറി ODI3. ക്യാമറി ഹൈബ്രിഡ് മാറൊന്ന് പെട്ടെന്ന് പറഞ്ഞു. ക്യാമറി ഹൈബ്രിഡ് വണ്ടി ക്ലീൻ സ്പെക്ക് വണ്ടിയാണ്. ഇത് 2016 മോഡലില് 1,00,000 അകത്ത് ഓടിയ 98,000 കിലോമീറ്റർ ഫുള്ള് ഷോറൂം സർവീസ്, റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ. 16 മോഡലില് നല്ലൊരു 3rd ഓണർഷിപ്പ്. അത് അതർ സ്റ്റേറ്റിൽ നിന്ന് വന്നിട്ട് ഇവിടെ നല്ലൊരു എമൗണ്ട് പ്രൈവറ്റ് ലൈഫ് ടാക്സ് അടച്ച് കേരള രജിസ്ട്രേഷൻ ആക്കിയ വണ്ടി, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫൈനൽ പ്രൈസ് ആയിട്ട് 15 ലക്ഷത്തി. ഹൈബ്രിഡ് ബാറ്ററി ഷോറൂമിൽ തന്നെ ടൊയോട്ടന്ന് ചേഞ്ച് ചെയ്ത വണ്ടി. അത് ഹൈലൈറ്റ് ആട്ടോ. കാരണം എന്താ വെച്ചാൽ 1-2 വർഷത്തിന് എടുക്കുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ ബാറ്ററിയാണ്. ഏറ്റവും കൂടുതൽ ഇതിന് എക്സ്പെൻസ് വരുന്ന ഒരു കാര്യം ഈ ഹൈബ്രിഡ് ബാറ്ററി. 3 ലക്ഷം രൂപ അടുത്ത് കോസ്റ്റ്, 3 ലക്ഷം രൂപ വരും ഇതിന്റെ ബാറ്ററി ചേഞ്ച് ചെയ്യണമെങ്കിൽ. അപ്പൊ നിങ്ങളൊരു വണ്ടി വില കുറച്ച് കിട്ടുമ്പോൾ നമ്മൾ വേഗം വാങ്ങിക്കഴിഞ്ഞാൽ ഹൈബ്രിഡ് ബാറ്ററി പോയി കഴിഞ്ഞാൽ 3 ലക്ഷം അഡീഷണൽ മാറ്റേണ്ടി വരും. അപ്പൊ ഇത് കമ്പനിയിൽ നിന്ന് ഹൈബ്രിഡ് ബാറ്ററി മാറി 2 വർഷമായി കമ്പനിയിൽ നിന്ന് ഹൈബ്രിഡ് ബാറ്ററി മാറിയിട്ട് അത് കിലോമീറ്റർ ഓടുന്നതിനനുസരിച്ചൊക്കെയാണ് ഇതിന്റെ വരില്ല. അപ്പൊ കമ്പനിയിൽ ചെക്ക് ചെയ്ത് അതിന്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് തരാം. അപ്പൊ 15,90,000 പ്രൈസ്. ക്യാമറ ഹൈബ്രിഡിനെ പറ്റി കൂടുതൽ പറയാനുള്ള സിംഗിൾ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. അടിപൊളി മുതലാണ്, നല്ല മൈലേജ് ആണ്, ഓടിക്കാൻ കംഫർട്ടാണ്, യാത്രക്ക് സുഖമാണ്. ബെൻസ് ക്ലാസ്സിനെ കടത്തി വിട്ടു വെച്ചാൽ വിട്ടു ഇല്ലെന്നൊക്കെ നമുക്ക് പറയാം അല്ലേ? നിങ്ങൾ കഥ പറയാക്കാത്തോ നല്ല കുറേ പറയാനുണ്ട് ഈ ക്ലാസ്സിനെ പറ്റി, ഹൈബ്രിഡിനെ പറ്റിയൊക്കെ. പക്ഷെ അത് ആ പറച്ചിൽ കുറേ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നു കേട്ടോ. അതിന് വണ്ടി എടുക്കാൻ നമ്മളെയൊക്കെ എടുത്തിട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് പുറത്തു പോയിട്ട് ആൾക്കാർക്ക് ആ ഓപ്ഷനും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളോട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. നമ്മൾ പറയാറുണ്ട്. അതിപ്പോ കുറെ ആയിട്ട് ആ വീഡിയോ നിർത്തി വീണ്ടും വേണമെങ്കിൽ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യാൻ തുടങ്ങാം. കാരണം വെച്ചാൽ പ്രൊഫഷണലിസം ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഞങ്ങൾക്ക് ചിലപ്പോൾ വേർഡുകൾ ചെറിയ തെറ്റൊക്കെ ഉണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നമ്മളെ എക്സ്പീരിയൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വണ്ടിനെ പറ്റി പറയാൻ പറ്റും. ഏത് വണ്ടി എടുത്താൽ നിങ്ങൾ കുടുങ്ങും, ഏത് വണ്ടി എടുത്താൽ കുടുങ്ങില്ല. കാരണം നമ്മൾ കസ്റ്റമർ വരുമ്പോൾ ദിവസം തന്നെ നമുക്ക് പരിപാടി അല്ലേ. പിന്നെ പല ആൾക്കാരുടെ അനുഭവങ്ങളും കേൾക്കുകയാണ്. ഞാൻ ഈ വണ്ടി എടുത്ത് കുടുങ്ങി ഇത്ര ചിലവായി. അപ്പോൾ ഞങ്ങൾ ചോദിക്കും എത്ര ചിലവായി. ഞാൻ ഇപ്പോഴും ഇല്ലേ, ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ ഇന്നോവ ഉപയോഗിക്കുന്ന ആളെ കണ്ടപ്പോഴും അയാൾ സംസാരിക്കും.
നിങ്ങൾ എത്ര ആളെ ഉപയോഗിച്ചിന്, എത്ര റുപ്യ സർവീസിന്? അപ്പൊ അയാൾ ഇവന് എന്ത് മണ്ടന, എന്ത് കച്ചവടക്കാരനാ, എനിക്കറിയായിട്ടല്ല. അയാൾ കിട്ടും, അതാണ് പോയിന്റ്. നമ്മൾ ഡീൽ ചെയ്യുന്നത് പുതിയ വണ്ടി എടുത്ത കസ്റ്റമർ അല്ല, ഉപയോഗിച്ചിട്ട് 5-6 വർഷം ഉപയോഗിച്ച ആളുകളെ എക്സ്പീരിയൻസ് നമുക്ക് എടുക്കാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോ കാണല്ലോ. അന്നേരം നാളെ എടുത്താൽ പറഞ്ഞ് ഈ വണ്ടികൾ പെട്ടെന്ന് ഓടിക്കാൻ പറഞ്ഞത്. ക്രിസ്റ്റകളുണ്ട്, പിന്നെ ബ്രസ് ഉണ്ട്, ചെറുവണ്ടികളൊന്നും ഓടിച്ച് പറഞ്ഞാൽ ക്രെറ്റ, കിയന്റെ കാരൻസ്, ടാറ്റ നെക്സോണ്, മാരുതിയുടെ സിയാസ്, XUV 300, മാരുതി ബ്രസ, ഹുണ്ടായിയുടെ ക്രെറ്റ, കിയ സോണറ്റ് എല്ലാം ഉണ്ട്. ക്രിസ്റ്റകളുണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. നിങ്ങൾ വിളിക്ക്. അടുത്ത എപ്പിസോഡ് എടുക്കണോ? ഒന്ന് എടുക്കല്ലേ, നമ്മൾ വാക്കായിരിക്കണം. അപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡ് കൊടുക്കാം. അടുത്ത എപ്പിസോഡ് നെക്സ്റ്റ് ദിവസത്തിൽ ഫോർച്യൂണർ ഓഫർ പ്രൈസിൽ ഫോർച്യൂണർ ഓഫർ എന്നൊക്കെ പറഞ്ഞില്ല. അപ്പോൾ അടുത്ത എപ്പിസോഡ് എന്തായാലും വരുന്നുണ്ട്, അതിനു വേണ്ടി കാത്തിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കുറേ വലിയ വീഡിയോ ആകുമ്പോൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും, ഞങ്ങൾക്ക് തന്നെ അറിയാം. തീർച്ചയായിട്ടും നിങ്ങൾ ക്ഷമിക്കണം അല്ലേ. എന്തെങ്കിലും നിങ്ങൾക്ക് വിഷമിക്കുന്ന കാര്യങ്ങളോ സംസാരത്തിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കണം. കാരണം എന്താ വെച്ചാൽ ഈ ഇൻഫ്ലുവൻസർമാർ കഥ പറയണോ, ഏതായാലും കഴിഞ്ഞു, കുറച്ച് നേരം കൂടെ പറയാം. ഈ ഇൻഫ്ലുവൻസർമാർക്ക് വലിയ പ്രശ്നമാണ്. നമ്മൾ ഇപ്പോൾ ഞാൻ എന്നെ കുറ്റം പറഞ്ഞു, എന്നെ കുറ്റം പറഞ്ഞു, എന്നെ അന്താനോട് കുറ്റം പറഞ്ഞു. അത് എനിക്ക് എന്നോട് വന്ന് ക്ഷമാപണം ചോദിച്ചാൽ എന്തായി, അത് തീർന്നു അല്ലേ. അത് നമുക്ക് പറച്ചുകൊണ്ടത്തേക്ക് പൊരുത്തപ്പെടും. പക്ഷേ ഈ ഇൻഫ്ലുവൻസർമാരുടെ പ്രശ്നം എന്താ വെച്ചാൽ ഇത് ലക്ഷക്കണക്കിന് ആൾക്കാരെ കേൾക്കണം. ആരോടൊക്കെ പോയിട്ട് നമ്മൾ ക്ഷമ ചോദിച്ചു, ആരോട് ചോദിച്ചിട്ടാണ് പൊരുത്തപ്പെടിപ്പിച്ചു അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇന്നേ വരെ നമ്മുടെ ചാനലിൽ നമ്മൾ ആരെയും കുറ്റം പറയേ അല്ലെങ്കിൽ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാധനം നമ്മൾ ചെയ്തുക്കണോ ഇല്ല എന്നാണ് എൻ്റെ അറിവ്. നിങ്ങൾ പറയും ഒന്നും ചെയ്തിട്ടില്ല. കണ്ടന്റിന് വേണ്ടി ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഉണ്ടല്ലോ ഇന്ന് എപ്പോഴോ യൂട്യൂബിൽ നമുക്ക് 1 മില്യൺ കഴിഞ്ഞു അല്ലേ. എന്ന് നമുക്ക് കണ്ടന്റുകളുണ്ട്, എല്ലാവരെങ്കിലും പല പരിപാടികളും ഉണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ ചെയ്യില്ല. നമ്മളെ റൂട്ട് കൂടി ഇങ്ങനെ വല്ല പോകണം, ആർക്കും ദോഷങ്ങളും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാതെ. അപ്പോൾ ഈ സംസാരത്തിനിടയിൽ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, നമ്മൾ തിരുത്താൻ റെഡിയാണ് അല്ലേ. അതേപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരോടും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഒരുപാട് നന്ദി അല്ലേ. കുറേ ദിവസം വീഡിയോ വരുമ്പോഴേ ചിലപ്പോൾ എന്ത് മൂഡ് ഓഫ് ഇരിക്കാണ് ചില വീഡിയോയുടെ കമന്റ് നമ്മൾ പോയി വായിക്കുമ്പോൾ നമുക്കൊരു ഫുൾ എനർജി കയറല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും സന്തോഷം മാത്രം. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ട, ഇതുവരെ ഞങ്ങളെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. എല്ലാവരും പറഞ്ഞു കേട്ടോ, ആരും വിട്ടില്ല. അവിടെ ചിലപ്പോൾ വീഡിയോ കാണുന്നവർക്ക് നിങ്ങൾ മിന്നിയായിരിക്കും. സെക്കൻഡ് വീഡിയോ വരുന്നുണ്ട്, ഞാൻ സ്കിപ്പാണ്. അപ്പൊ ഇവരെ ആദ്യം ഇങ്ങനെ തുളത്ത് പിടിച്ചുമ്പോ കമന്റ് വന്നിരുന്നു ഓല അങ്ങനെ കൂട്ടിപ്പിടിച്ചത് എന്ത് സംഭവം ചോദിച്ചാൽ ഞാൻ ഇവിടെ വീഡിയോ എടുക്കുക കാരണം ഇതിലെങ്ങനെ പോകും വല്ലേ ആരെങ്കിലും ഒരാളായിട്ട് സംസാരം തുടങ്ങിയാൽ പിന്നെ ഇപ്പൊ ഈ വീഡിയോ നിങ്ങൾ കണ്ടു ബാക്കി 3 ആൾക്കാർ ഓട്ടോമാറ്റിക്കലി കാണൂല. അത് ഞങ്ങൾ പറഞ്ഞിട്ട് പോകണല്ലേ ഇവരെന്നെ മിന്നണാണ്. ഓൾക്ക് അവിടെ പോയി ഫോണുമ്പോൾ കളിച്ചാൽ അല്ലെങ്കിൽ ആടെങ്കിലും വർത്തമാനം പറയാം അല്ലേ, എന്തെങ്കിലും പരിപാടി ഉണ്ടാവുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും താങ്ക് യു.